സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തമാക്കുന്ന അവിടുത്തെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാതപീഠത്തിൽ ഗുരുമിറ്റുമായി കടന്നു വരുന്ന കർത്താവെ, ഞങ്ങളിൽ നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ശുശ്രൂഷകളെ എല്ലാം കർത്താവ് ആദരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് കർത്തൻ മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരാധന അങ്ങയുടെ സന്നിധി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. ശുശ്രൂഷയെല്ലാം കർത്താവ് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും പരിശുദ്ധാത്മാവിന്റെ വ്യക്തിയുടെ മേലെല്ലാം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുനാമത്തിൽ തന്നെ ആമീൻ. മാംസി പാട്ട് പാടിക്കോട്ടെ. സ്തോത്രം സ്തോത്രം. കേക്കാവോ? കേക്കാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കർത്താവേ, അപ്പൊ എന്റെ മുന്നുവാദത്തിലടികളെടുത്ത് ഇരിയാവുന്ന ഒരു രാത്രി പാട്ട് ആരാധനകളൊക്കെയും സാധനമായി തീരുവാനോട് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അല്പസ്വല്പ വാദപീഠത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ സഹായിക്കണം. കർത്താവ് ശ്രമിച്ചേക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമെന്നാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നിരിക്കുന്ന അടിയങ്ങളുടെ ആരെപ്പോഴും പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാത്രികാലം കർത്താവ് ഇന്നത്തെ വചനത്തിലും രോഗികളുടെ സൗഖ്യമാകുവാൻ ഭാവികൾ മാനസാന്തരപ്പെടുവാനും പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിലേക്കുന്ന പ്രാർത്ഥനകൾ എനിക്ക് ആദേശിക്കുമെന്നാണ്. ഞങ്ങളെ വേണ്ടിടുവാൻ വെടിഞ്ഞോടി വന്നു. ഞങ്ങളെ വേണ്ടിടുവാൻ വെടിഞ്ഞോടി വന്നു. കാണുന്നര അകൃതി പൂണ്ടതിനെ നനച്ചാദരവായി കാണുന്നരാകൃതി പൂണ്ടതിന പ്രാണനാഥ നനച്ചാദരവായി മഹോന്നതനെ നിനക്ക് സ്തോത്രമുണ്ടാകയന്നേ സ്തോത്രമുണ്ടാകയന്നേ വാനസേനാദികളും ആനന്ദമാ സ്വർഗഭാഗ്യമാനസ ആദികളിൽ സ്തുതിയും ആനന്ദമാം സ്വർഗഭാഗ്യമാകും ഞങ്ങളുടെ പൂനമകേറ്റുവാനായി ഞങ്ങളുടെ
ഊനമവേറ്റുവാനായി യേശു മഹോന്നതനേ സ്തോത്രമുണ്ടാകയന്തേ സ്തോത്രമുണ്ടാകയന്തേ ഓദലേദാസനായി നീ ചരിച്ചു പാവികളെ കനിവായി ഓദലേദാസനായി നീ ചരിച്ചു പാവികളെ കനിവായി നേരിൻ മാർഗമെല്ലാം ഉരച്ചു വേദനയേറ്റവും സാധിച്ചു നേരിൻ മാർഗമെല്ലാം ഉരച്ചു വേദനയേറ്റവും സാധിച്ചു യേശു മഹോന്നതനേ പാവനിവാരകനായ പാവമശേഷവുമേറ്റുകൊണ്ടേ പാവനിവാരകനായ നിന്നെ പാവമശേഷവുമേറ്റുകൊണ്ടേ പാവത്തിൻ യാഗമായി ചോര ചിന്തി പാരിൽ മധ്യേ കുരിശിൽ മരിച്ചു പാവത്തിൻ യാഗമായി ചോര ചിന്തി പാരിൽ മധ്യേ കുരിശിൽ മരിച്ചു യേശു മഹോന്നതനേ നിനക്ക് സ്തോത്രമുണ്ടാകയന്തേ സ്തോത്രമുണ്ടാകയന്തേ ഉപകാരം എന്റെ മനസ്സിൽ സന്തതമോർത്തു നിന്നോടാണ് ഉപകാരം എന്റെ മനസ്സിൽ സന്തതമോർത്തു നിന്നോടണഞ്ഞു ലോകയിമ്പങ്ങളെ തള്ളിടുവാൻ കൃപയാദിനം പ്രതിയേ ലോകയിമ്പങ്ങളെ തള്ളിടുവാൻ കൃപയാദിനം പ്രതിയേ യേശു മഹോന്നതനേ നിനക്ക് സ്തോത്രമുണ്ടാകയന്തേ 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 യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ വിയജനമേ ഉണർന്നിടുക തന്റെ വേലയെ തികട്ടുന്ന
ഒരുങ്ങിയിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ ഒരുങ്ങിയിടുക. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാന്തന്മാരാറാൻ നാമും പോകാറാൻ. ആമേ കാന്തന്മാരാറാൻ നാമും പോകാറാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാന്തന്മാരാറാൻ നാമും പോകാറാൻ. ആമേൻ കാന്തന്മാരാറാൻ നാമും പോകാറാൻ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ലാതെ നമുക്കവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ലാതെ നമുക്കവകാശമേ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാന്തന്മാരാറായി നാമും പോകാറായി. ആമേ കാന്തന്മാരാറായി നാമും പോകാറായി. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാൻ. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി പേടിയില്ല ജയം നമുക്കവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി പേടിയില്ല ജയം നമുക്കവകാശമേ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാന്തന്മാരാറായി നാമും പോകാറായി. ആമേൻ കാന്തന്മാരാറായി നാമും പോകാറായി. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല ജയം നമുക്കവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല ജയം നമുക്കവകാശമേ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാന്തന്മാരാറായി നാമും പോകാറായി. ആമേൻ കാന്തന്മാരാറായി നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചുന ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചുന ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാന്തന്മാരാറായി നാമും പോകാറായി. ആമേൻ കാന്തന്മാരാറായി നാമും പോകാറായി. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാൻ. കാന്തന്മാരാറായി നാമും പോകാറായി. ആമേൻ കാന്തന്മാരാറായി നാമും പോകാറായി. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ
പ്രിയപ്പെട്ട മാംഷിക കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. മാതാവിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് സങ്കീർത്തനം വായനയ്ക്കുള്ള സമയമാണ്. അതിനായി മോനിഷയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വായിക്കുന്നത് സങ്കീർത്തനം 4. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരിക്കുന്നു, നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ നാമത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ചു വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൗനമായിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയും. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. ഈ 4-ാമത്തെ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിന്റെ സങ്കീർത്തനം എന്നാണ് ഇതിന്റെ മേലെടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോ ഇത് തന്ത്രിനാദത്തോടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോഴും പാടുമ്പോഴും വീണയും കൈത്താളത്തോടും വീണകളോടും കിന്നരത്തോടും ഒക്കെ പാടേണ്ടത് ആവശ്യമാണ്. അത് അങ്ങനെ ദാവീദ് ഇവിടെ പാടിയ ഒരു സങ്കീർത്തനമാണ് ഇത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞ, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന്. അപ്പോ കർത്താവായ ദൈവം നീതിയുള്ള ദൈവമാണ്. നീതിയുള്ള ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം അരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ സഹായിപ്പാൻ ആരാ ഉള്ളത്? യഹോവയായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ വ്യക്തമായിട്ട് ദാവീദ് പറയും. അപ്പൊ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നണമേ. ആ ഹൃദയത്തിന് കിട്ടുന്ന ഒരു വിശാലത, ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2-ാം വാക്യത്തിൽ പറയാം, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ നാമത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. ഇത് പുരുഷന്മാരോട് മാത്രമല്ല, സ്ത്രീകളോടെയും പുരുഷന്മാരുടെയും കുഞ്ഞുങ്ങളോടെയും ഒക്കെയാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ പുരുഷന്മാരെ നമുക്കറിയാമല്ലോ, പുരുഷന്മാരെ ഇതിൻ്റെ അകത്ത് മെൻഷൻ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തെ അന്വേഷിക്കാതെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും മറ്റുള്ള വ്യാജത്തിന്റെ പുറകെ പോകുകയും മായയായിരിക്കുന്ന സത്യദൈവം ഇരിക്കുമ്പോൾ നീതിയുള്ള ജീവനുള്ള ദൈവത്തെ അറിയാതെ മറ്റുള്ളതിനെ അന്വേഷിച്ചു പോകുന്നതിനെ കുറിച്ചൊരു സങ്കടമാണ് വാർത്തയാണ് ഇവിടെ ചോദിക്കുന്നത്. 3-ാം വാക്യത്തിൽ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. കാരണം യഹോവയെ ഭക്തിയോടെ നോക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷനെ കർത്താവ് ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തുന്ന ഇവിടെ പറയുകയാണ്. യഹോവ വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. അത് ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന്. കാരണം ദാവീദിനെ ദൈവം അത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ദാവീദ് എന്ത് ചോദിച്ചാലും കിട്ടും. ദാവീദ് മാത്രമല്ല, ഇന്ന് ഞാനും നിങ്ങളും എന്ത് ചോദിച്ചാലും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ മാത്രമാണ് രക്ഷിതാവ് എന്നുള്ള ഒരു ചിന്തയോട് നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്കിവിടെ ചെയ്തു തരും. പക്ഷെ അത് നമ്മളത് തിരിച്ചറിയണം. നമുക്ക് കിട്ടുന്ന നന്മ എന്താണ്, നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തുവാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാക്കി അത് വായിക്ക വേണ്ടുന്നതാണ്. നടുങ്ങുമീൻ, പാവം ചെയ്യാതിരിക്കുപ്പീൻ. എന്താന്ന് വെച്ചാൽ ദൈവഭയം, ദൈവത്തെ ഭയപ്പെട്ട് ദൈവം നമ്മൾ ചെയ്യുന്ന സർവ്വതും ദൈവം കാണുന്നുണ്ടെന്നുള്ള ഒരു ഭയത്തോട്
ആ പാപം ചെയ്യരുത് എന്ന് നമുക്ക് എപ്പോഴും ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ വേണം. നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. കൂടുതലൊന്നും ചെയ്യണ്ട. നമ്മള് വായി തുടർന്ന് സൗണ്ടോടോ വലിയ ഇതായിട്ട് കൂടെ ചെയ്യണ്ട. പക്ഷെ നമ്മൾ എപ്പോഴും ഇടപെടാതെ നമ്മൾ കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെയും ദൈവത്തെ സ്തുതിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. കാരണം നമ്മൾ മൗനമായി ഇരുന്നാൽ മതി, ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. എപ്പോഴും നമ്മള് നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. നമ്മുടെ വായി കൊണ്ട് എപ്പോഴും ദൈവത്തിന് സ്തുതി സ്തുതി സ്തോത്രം സ്തോത്രം ഹല്ലേലൂയാന്ന് നമ്മൾ ഇത് മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നാലും അത് കർത്താവിന് അത് വലിയ പ്രീതി ഉണ്ടാകുമെന്ന് ഇവിടെ പറയുകയാണ്. യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമ്മളിങ്ങനെ നിരന്തരമായിട്ട് സ്തുതിച്ച് നമ്മുടെ ആശ്രയം വേറെ ഒന്നിലുമില്ല, നമ്മുടെ യഹോവയിൽ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ഭക്തിയെ കുറിച്ച് നോക്കുമ്പോൾ അബ്രഹാമിന്റെയും മോശയുടെയും ജോഷുവായും എല്ലാം അവരെല്ലാം ഒരേ നോട്ടം മാത്രമേ ഉള്ളായിരുന്നു, യഹോവയിലേക്കായിരുന്നു അവരുടെയൊക്കെ കണ്ണുകള്. കാരണം അവര് പോയ വഴിക്കെല്ലാം ദൈവം അവരെ നിയന്ത്രിച്ച് വഴി നടത്തിക്കൊണ്ട് പോയി. പിന്നെ 6-ാം വാക്യം പറയുന്നത്, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയും, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ജാതികളും മറ്റുള്ളവരും പറയും, ഇവർക്ക് ആരാണ് നന്മ ചെയ്യുന്നേ, ഇവര് ഇപ്പൊ കൂടെ നമ്മള് കൂടുതൽ ഒന്ന് പാടുവോ പ്രാർത്ഥിക്കുവോ നിങ്ങൾ നമ്മുടെ അയൽവക്കത്തുള്ള, ഇപ്പൊ ഞാനൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടിലെ എന്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന മൊത്തം ഹിന്ദുസ് ആണ്, അവർക്കൊന്നും അറിയില്ല. നമ്മൾ കുറച്ചു നേരം പാടുവോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവർ തന്നെ ചോദിക്കും, ഇത്രയും ഇതുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നത് എന്നോടേം പലപ്പോഴും അത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് വേണം. നമ്മൾക്ക് നമ്മുടെ ദൈവത്തെ അറിയാം. നമ്മൾ അത് എത്ര മനോഹരമായിട്ട് സ്തുതിച്ച ദൈവത്തിന് അത്രയധികം സന്തോഷമാണ്. ഇതിനത് 7-ാം വാക്യം പറയുന്നത്, ധ്യാനവും വീഞ്ഞും വർദ്ധിച്ചതിലും അവർക്കുണ്ടായ സന്തോഷത്തിലും അധികമായ സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കാരണം ദൈവഭക്തന് ഒരു ധാന്യം ഉണ്ടാവുന്നതോ വീഞ്ഞുണ്ടാവുന്നതോ സമ്പത്തുണ്ടാകുന്നതോ ഇതൊന്നുമല്ല പ്രധാനം. കാരണം ആ വ്യക്തിയുടെ കൂടെ ദൈവം കൂടെയുണ്ട്, ചോദിക്കുന്നതൊക്കെയും ദൈവം അവർക്ക് ചെയ്തു കൊടുക്കുന്നു. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം, അതാണ് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത്. അങ്ങനെയുള്ള മനുഷ്യർക്ക് വളരെ സന്തോഷമുണ്ടാകും. പിന്നെ 8-ാം വാക്യം പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ അല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവം കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. വേറെ ഒന്നിനെ കുറിച്ചും അവർക്ക് ചിന്തിക്കുന്നില്ല. അവർക്ക് എന്തെന്ന് വെച്ചാൽ ദൈവമുണ്ട്, അവര് വിളിക്കുന്ന വിളിപ്പുറത്തുണ്ട്, അവരുടെ കൂടെ ഉണ്ട്, എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തി കൊടുക്കും എന്ന് ഒരു ഭക്തന് വിശ്വാസമുണ്ട്. ഒരു വിശ്വാസിക്ക് ഈ അനുഭവങ്ങളിൽ കൂടെ ഒക്കെയും കടന്നു പോകാൻ കഴിയും. നമ്മളും അങ്ങനെ ഓരോ ദിവസവും ഇത് വായിക്കുമ്പോൾ കേട്ടു മറന്നു ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയാതെ നമ്മൾ ഇത് കേട്ടിട്ട് അതുപോലെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ദൈവത്തെ നിരന്തരമായിട്ട് വിളിക്കണം. ദൈവത്തെ നമ്മൾ കിടക്കുമ്പോഴും, ഇന്നത്തെ കാലത്ത് ആർക്കും കിടക്കുമ്പോൾ ദൈവത്തെ വിളിക്കാൻ സമയമില്ല. പണ്ടത്തെ കാലത്തൊക്കെ അമ്മച്ചിമാരൊക്കെയും വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടതയും ഒക്കെ വെച്ച് അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിച്ചു കിടന്ന് കരഞ്ഞിട്ടുണ്ട്. തലയണം മേലെ തല അമർത്തി വെച്ച് അവര് തെങ്ങി കരഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫോണെ എടുത്തു വെച്ച് ഫോണെ നീക്കി പലതും കണ്ട് ആസ്വദിച്ച് കിടക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ തലമുറയൊക്കെ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ ഇതായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല കർത്താവ് ആഗ്രഹപ്പെടുന്ന ഒരു നീതിമാനായവൻ, ഒരു വിശ്വാസി, ഒരു ദൈവഭക്തൻ നിരന്തരമായിട്ടും ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നതിന്റെ രത്ന ചുരുക്കം അതാണ്. ആമേൻ. ബാറക്കുമോൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ പ്രിയ മോനിഷയെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അതിനായി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. ആദ്യമായി നമ്മുടെ ഗൂഗിൾ മീറ്റിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിവൈസിനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മോനിഷ പ്രാർത്ഥിച്ച
ഞാനാ ആന്റി? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ പലയിടത്തായിരുന്നു കൊണ്ട് കർത്താവെ, ഈ ഗൂഗിൾ മീറ്റിൽ കർത്താവെ കഴിഞ്ഞ 2.5 വർഷക്കാലമായി കർത്താവെ ഞങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്ന് അങ്ങേ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും ഒക്കെയും ദൈവം തന്ന സമയത്തിനായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കർത്താവെ ഗൂഗിൾ മീറ്റിനെ നയിച്ചു കൊണ്ടുപോകുന്ന കർത്താവെ, ഇതിന്റെ അഡ്മിനായി വർക്ക് ചെയ്യുന്ന കർത്താവെ, നിന്റെ മകളെ കർത്താവെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കൊടുത്ത കർത്താവെ കൃപയും കർത്താവെ ജ്ഞാനത്താലും കർത്താവെ ഈ ഒരു ഗൂഗിൾ മീറ്റിനെ നയിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം എന്റെ ദൈവം മകൾക്ക് കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ, അവർ അതിരുകളെ വിസ്തീർണമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കണം ദൈവം ആ കുടുംബത്തെ ഇത്രത്തോളം എടുത്ത് ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. ഹല്ലേലൂയ, സ്തോത്രം. പെണമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വാർദ്ധക്യത്തിൽ ദൈവമേ തിരുസന്നിധിയിൽ ഇരിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അമാളന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളായിരിക്കുന്നത് കർത്താവെ, അവിടെ ഇരുന്ന് കർത്താവെ നിന്നെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനും കർത്താവെ പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെയും ദൈവം കൊടുത്തിരിക്കുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ആ കുടുംബത്തെ പൊൻപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കൊടുത്തിരുന്ന കുഞ്ഞു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ അവിടുന്ന് ഇത്രയും അനുഗ്രഹിച്ചിരിക്കുന്നതിനായി നന്ദി കർത്താവെ. ഇനിയുള്ള സമയങ്ങളൊക്കെയും ദൈവം കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന അലക്സ് ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അവിടെ അനുഗ്രഹിക്കണമേ കർത്താവെ, ചെയ്യുന്ന ബിസിനസ്സിനെ ഒക്കെയും അനുഗ്രഹിക്കണമേ കർത്താവെ, എല്ലാ സമയവും കൂടെ ഇരുന്ന് കർത്താവ് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബലഹീനയും അവരോട് കരുണ ചെയ്യുന്ന ഒരു മഹാദൈവമാണല്ലോ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കടഭാരങ്ങളെ ഒക്കെയും നീക്കി കൊടുക്കണം, ബിസിനസ് ഒക്കെയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഇരുന്ന് കർത്താവിന്റെ പ്രാർത്ഥനയിലൊക്കെയും കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ മകനെ തിരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. ബിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തോട് കൂടെ ഇരിക്കണേ, കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെയും കർത്താവെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, മോളി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളായിരിക്കുന്നത് കർത്താവെ കൃപ ചെയ്യണമേ കർത്താവെ, കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്ര. കുടുംബത്തോട് കൂടെ ചേർന്ന് കർത്താവെ ഇരിക്കുന്നതിനായി നന്ദി, ഇത്രത്തോളം വഴി നടത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സുസമ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ, ആവശ്യങ്ങളൊക്കെയും നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ കർത്താവെ മകൻ കടന്നു വരുവാനും കർത്താവെ ഇത്രത്തോളം കുഞ്ഞ് എല്ലാ ദിവസവും കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, എന്റെ മകനെ കാത്ത് പരിപാലിക്കണമേ കർത്താവെ. നല്ല ജോലി, നല്ല വിവാഹം ഒക്കെയും നടക്കുവാൻ എന്റെ ദൈവം കൂടെ ഇരുന്ന് കാത്ത് പരിപാലിക്കണമേ, കൃപ ചെയ്യണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാറമ്മ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുശീല സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ കുടുംബം കർത്താവെ കഴിഞ്ഞ മാസങ്ങളായി കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും പാടുവാനും ഒക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടുതലായും കർത്താവെ കുടുംബത്തെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഷേർലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
നിന്റെ മകളായിരിക്കുന്നിടത്ത് കർത്താവെ എത്രത്തോളം കാത്ത് പരിപാലിച്ച് കർത്താവെ ഇനിയുള്ള സമയങ്ങളും കാലങ്ങളും ഒക്കെയും കർത്താവിന്റെ കൃപയിൽ വളരുവാനും കർത്താവെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ദാനമായി കൊടുത്ത കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളൊക്കെയും ആയിരിക്കുന്നിടത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തോട് കൂടെ ചേർന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജെയിനി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ തക്കണം ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിനായി നന്ദി കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ സ്തോത്രം റീനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ 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 കുടുംബത്തിലെ എല്ലാ ആവശ്യവും കർത്താവ് നടത്തി കൊടുക്കുന്നതിനായി നന്ദി കർത്താവെ. ഹാലലൂയ ഹാലലൂയ സ്തോത്രം 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 നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ ലാൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിൻസസ് സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തോട് കൂടെ ഇരിക്കണേ, കുഞ്ഞിനോട് കൂടെ ഇരിക്കണമേ കർത്താവെ. അവരെ വഴി നടത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിനിത സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ശൈലജ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ സ്തോത്രം സ്തോത്രം. കുടുംബത്തെ കാത്തു പരിപാലിക്കണമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാലലൂയ. മഞ്ജുഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലൂയ ഹാലലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ബിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ സ്തോത്രം. കുടുംബത്തെ കാത്തു പരിപാലിക്കണമേ കർത്താവെ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എബി പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ കാത്തു പരിപാലിക്കണമേ കർത്താവെ. എത്രത്തോളം ഞങ്ങളുടെ കൂടെ വരുവാനും ഞങ്ങൾക്ക് വചനം തരുവാനും കർത്താവെ ഞങ്ങളെ ഓരോ ദിവസം വളർത്തുവാനൊക്കെ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി കോടാനും കൂടി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചക്കാലങ്ങളിലൊക്കെയും കർത്താവെ പനിയും ചുമയും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടിയെങ്കിലും എന്റെ ദൈവം കൂടെ ഇരുന്ന് കർത്താവ് സൗഖ്യം കൊടുത്തതിനായി നന്ദി. ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലെ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബനാഥെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആയിരിക്കുന്ന സ്ഥലത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. ഹാലലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കൂടെ ഇരുന്ന് വഴി നടത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വചനം തന്നിട്ടുള്ള എല്ലാ പാസ്റ്റർമാരെ സിസ്റ്റർമാരെ സഹോദരങ്ങളെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് കർത്താവെ ഞങ്ങൾക്ക് വചനം തരുവാൻ തക്കവണ്ണം ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി കോടാനും കൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അവരെ ഒക്കെയും പൊന്നുപാദത്തിൽ സമർപ്പിക്കും. ഈ ഗ്രൂപ്പ് തുടങ്ങിയ നാള് മുതൽ കർത്താവെ ഇതിൽ വന്ന് കടന്നു പോയിട്ടുള്ളവരെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വന്ന് ഓരോ ദിവസങ്ങളിൽ കടന്നു വന്ന് ഞങ്ങളുടെ കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് എല്ലാ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടിയന്റെ കുടുംബത്തെയും സമർപ്പിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഹാലലൂയ സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് കോടാനും കൂടി സ്തോത്രം കർത്താവെ. ഹാലലൂയ. പരിശുദ്ധാത്മാവെ അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ നയിക്കണമേ. കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ വീണ് കർത്താവെ 30, 60, 100 മേനി വളരുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ ചെയ്യണമേ കർത്താവെ. വിതയ്ക്കുന്ന ഓരോ വിത്ത് ഒരു മണി പോലും വേസ്റ്റായി പോകുവാൻ അനുവദിക്കരുത് കർത്താവെ. അത് വേറെ സ്ഥലത്ത് വീഴുവാനല്ല കർത്താവെ, വഴിയരികിൽ വീഴുവാനല്ല, നല്ല സ്ഥലത്ത് വീണതുപോലെ കർത്താവെ ഞങ്ങളിലെല്ലാം കർത്താവെ 100 മേനി വിളയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം കേട്ട് ഗ്രഹിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം തരുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ. ഓരോ ദിവസം ഞങ്ങളെ വളർത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹാലലൂയ 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 സ്തോത്രം സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ കോടാനും കോടി സ്തോത്രം. ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമീൻ ആമീൻ. നമ്മുടെ ഗ്രൂപ്പിനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോനിഷയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിഷിക്തന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി സിസ്റ്റർ ഗ്രേസിയെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയ ഗ്രൂപ്പിലുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, തിങ്കളാഴ്ചയുടെ രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവെ, എല്ലാ കുടുംബങ്ങളെ ആയിരുന്ന സാഹചര്യങ്ങളിലൊക്കെ കർത്താവെ, ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം കർത്താവെ അവിടുന്ന് ഒരുക്കിയ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം 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 കർത്താവെ. ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ആരും പ്രാഗൽഭ്യമുള്ളവരല്ല കർത്താവ്. ഓരോ ദിവസവും കർത്താവെ തക്ക സമയത്ത് അവിടുന്ന് കർത്താവെ അഭിഷിക്തന്മാരെ ഒരുക്കി കർത്താവെ ലീഡ് ചെയ്യുവാൻ, മക്കളെയൊക്കെ പ്രിയപ്പെട്ടവരെ ഒരുക്കി കർത്താവെ പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് സഹായിക്കുന്ന വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഓരോ കുടിവരവും കർത്താവിന്റെ നാമ മഹത്വമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്നരളി ചെയ്ത കർത്താവെ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർത്താവെ. ഇന്ന് രാത്രി കാലം പറഞ്ഞു തീരാത്ത ദാനത്തിന് നന്ദിയുള്ള ഹൃദയംഗമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളെ തന്നെ അപ്പന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തുന്നു. ഞങ്ങളുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, കൊടുക്കൽ വാങ്ങല്ല പ്രവൃത്തിയിലൊക്കെയും വന്നുപോയ സകല കുറവും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പാപം ഏറ്റുപറഞ്ഞ് പ്രാപക്ഷമയുള്ളവരായി പ്രാഗൽഭ്യത്തോടെ അപ്പന്റെ മുഖത്തേക്ക് നോക്കുക കർത്താവെ. ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കല്ലേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. നാളുകളില് ഒത്തിരി അക്രമങ്ങളും അനീതികളും കർത്താവെ ചർച്ചകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് അഭിഷിക്തന്മാർക്ക് ഉപദ്രവേൽക്കുന്ന അനേകം അഭിഷിക്തന്മാർ ജയിലുകളിലൊക്കെ കിടക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, കരുണ തോന്നണമേ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ അനേക അഭിഷിക്തന്മാര് കർത്താവേ ഈ പീഡകളിലൊക്കെ കടന്നുപോയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ ഒരുക്കിയെടുത്തത് കർത്താവേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ ഓർക്കല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ നടന്നു വന്ന വഴികളൊക്കെ എന്റെ കർത്താവെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുക കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അടക്കെ ഇന്ത്യ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഭരണചക്രം ചരിക്കുന്നവരെ എല്ലാം അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. ഓരോരുത്തരുടെ ദൈവം ഇടപെടണമേ കർത്താവെ. യേശുവേ, അനേക അഭിഷിക്തന്മാരെ കുഞ്ഞുങ്ങളെയൊക്കെ ചുട്ടുകരിച്ച മണ്ണ കർത്താവെ. അവരൊക്കെ ഇന്നും കർത്താവെ ഭരണചക്രത്തിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നും കഴിയില്ലപ്പാ കർത്താവെ. ഒരിടത്ത് തകർക്കുമ്പോൾ എന്റെ അപ്പന്റെ നാമ മഹിമയോടെ ഇരട്ടി ശക്തിയോടെ പരന്നതോർത്ത് സ്തോത്രം. വടക്കേ ഇന്ത്യയിൽ ജയിലുകളിൽ കിടക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. അവിടെ നടക്കുന്ന ജയിൽ മിനിസ്ട്രികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ജയിലിൽ കിടക്കുന്നതും കർത്താവിന്റെ നാമം മഹത്വമായി തീരുവാൻ, അനേക കുറ്റവാളികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ കർത്താവെ, വിശ്വാസത്തിൽ ഇറക്കുവാനൊക്കെ കാരണമായി തീരുന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ജയിലധികാരികളുടെ കണ്ണു തുറപ്പിക്കുമാറാകണം. നിയമങ്ങളൊക്കെ മാറ്റി എഴുതുവാൻ സ്വർഗമിടയാക്കണം. ക്രിസ്ത്യാനികൾക്ക് പ്രാഗൽഭ്യത്തോടെ കർത്താവെ, സ്വാതന്ത്ര്യത്തോടെ അങ്ങേ ആരാധിപ്പാനുള്ള ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ കർത്താവെ. ഞങ്ങളുടെ കേരളത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കേരളത്തിൽ കർത്താവെ ഒരു ഉണർവ് യോഗങ്ങളൊക്കെ നടക്കുന്നു, ഉപവാസ പ്രാർത്ഥനകളൊക്കെ കർത്താവെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സ്വർഗം സന്തോഷിക്കുമല്ലോ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതായല്ലോ കർത്താവെ. പഴയത് കഴിഞ്ഞു പോയി സകലതും പുതുതാക്കുന്ന കർത്താവെ. അനേക യുവാക്കന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തകർന്നു പാപത്തിന്റെ അഗാധതയിൽ കിടക്കുമ്പോൾ അനേകായിരം അഭിഷക്തന്മാര് കർത്താവെ വില കൊടുത്തുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി കർത്താവെ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥനയോടെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി ഗിരികളിൽ മേൽ നിർത്തുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ കേരളം ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഓരോ മാധ്യമങ്ങളിൽ കൂടെ നടക്കുന്ന എല്ലാ സുവിശേഷ മഹായോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, പരസ്യയോഗങ്ങൾ, ട്രൈബൽ മിനിസ്ട്രി കർത്താവെ. ബൈബിൾ സൊസൈറ്റികളൊക്കെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. ലോകരാജ്യങ്ങളെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിലൊക്കെ കർത്താവെ ശുശ്രൂഷ എടുക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ സഭയാം കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കർത്താവെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തോട് എതിർക്കുമ്പോൾ
യുദ്ധങ്ങള്, ക്ഷാമങ്ങള്, ഭൂകമ്പങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണുമ്പോഴും യുദ്ധശ്രുതികൾ ഞങ്ങളുടെ ചെവികളിൽ കേൾക്കുമ്പോൾ എന്റെ പ്രിയന്റെ വരവാദിക്കലാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അപ്പാ വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിച്ച് ജീവിപ്പാൻ കർത്താവേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനകൾ ഓടി അധ്വാനിച്ചു വൃതാ എന്ന് പറയുവാനിടയാക്കല്ലേ കർത്താവേ. യൂറോപ്പിന്റെ മണ്ണിൽ വാരിയെറിയുന്ന വിത്തുകളൊക്കെ താവേ 30-60 മേനിയായി കൊയ്യുവാൻ അപ്പച്ച വിദ്യാഭ്യാസത്തിന് പോയി കുഞ്ഞുങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഭാരത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, മനോവേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ, ജോലിയില്ലാത്ത അവസ്ഥകളിൽ വിദ്യാഭ്യാസത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകായിരം കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരെയോട് സഹായിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മഞ്ഞും മഴയയക്കുമാറാകണം. അനേകായിരങ്ങൾ സഭകൾ ഉണ്ടാകട്ടെ കർത്താവേ. ചുറിയുറുക്കുള്ള യുവതി യുവാക്കന്മാർ എൻ്റെ അപ്പന് വേണ്ടി എഴുന്നേൽക്കട്ടെ കർത്താവേ. അപ്പ കർത്താവെ അടിയനിതാ എന്ന് ഇതാ ഞാനെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ. അറബ് രാജ്യങ്ങളിലൊക്കെ കർത്താവെ നാളുകളിലപ്പാ ഇതിന്റെ അവധിക്കൊക്കെ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. രഹസ്യമായി നടക്കുന്ന പ്രാർത്ഥനകൾ, ആരാധന സ്വാതന്ത്ര്യമില്ലാതെ വില കൊടുത്ത് കർത്താവെ അനേകാഭിഷക്തന്മാരും അപ്പച്ച വിശ്വാസികളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പാ. പ്രത്യേകിച്ച് സൗദി അറേബ്യ ഓർത്ത് പ്രാർത്ഥിക്കപ്പാ കർത്താവെ. ആ രാജ്യത്ത് നടക്കുന്ന എല്ലാ കൂട്ടായ്മകളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ സ്തോത്രം സ്തോത്രപ്പാ. ഇന്ന് രാത്രി ഞങ്ങളുടെ ഗ്രൂപ്പിൽ വചനവുമായി നിൽക്കുന്ന ദൈവദാസിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലും വിശ്വസ്തതയ്ക്കും എന്റെ മകനെ ഇരട്ടി പ്രതിഫലം കൊടുക്കുമാറാകണം കർത്താവെ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും രോഗപീഠകളിലൊക്കെ കടന്നു പോകുമ്പോഴും അപ്പാ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി അരുവോടെ നിൽക്കുന്ന എന്റെ മകനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥന. യൗവന കഴിവനെ പോലെ പുതുകി വരത്തക്കവണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമാറാകണം കർത്താവേ. അപ്പാ തലമുറകളെ ഏൽപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു, മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കഴിഞ്ഞ നാളുകൾ കർത്താവെ. അനേകായിരം അഭിഷക്തന്മാർ അങ്ങയുടെ കർത്താവെ പെട്ടകം ചുമന്നവരിന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന എല്ലാ അഭിഷക്ത കുടുംബങ്ങളെയും അഭിഷക്ത ദാസിമാരെയൊക്കെ ഓർക്കുന്നു. രോഗത്തിന്റെ അവസ്ഥയിൽ കൂടൊക്കെ അവർ കടന്നു പോകുമ്പോൾ കർത്താവരുടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാനിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കാവേ ഞങ്ങളുടെ മുൻപിൽ വചനവുമായി നിൽക്കുമ്പോൾ പാണ്ഡ്യങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ആദ്യം വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാ എന്റെ മകനി കൂടെ ശക്തവും വ്യക്തമായി ഇടപെടണമേ. കയറി എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ പാദപ്പെടുത്തി ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീർന്ന വിഷയങ്ങളുമായി ദൈവസന്നിധിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മനം തകർന്നവരുണ്ട് കർത്താവെ. അപ്പൊ ഹൃദയ ഞുറുക്കത്തോടിരിക്കുന്നവരുണ്ട് കർത്താവെ. നാളെയുടെ ദിവസം വിവരിക്കാൻ കഴിയാത്ത വിഷമങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, യൗവനക്കാരുണ്ട് കർത്താവെ, ജോലിയില്ലാത്തവരുണ്ടപ്പാ, വഴികൾ വാതിലുകൾ തുറക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ. അപ്പാ പുറത്തോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്പച്ച തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അപ്പാ എല്ലാവരെയും കർത്താവെ, കടഭാരമുള്ളവരും ഞെരുക്കമുള്ളവരും വേദന അനുഭവിക്കുന്നവരെല്ലാവരും അപ്പന്റെ പാദപീഠത്തിൽ അടുത്ത് വന്നപ്പോൾ ആരെ നിരാശരായിട്ട് വിട്ടില്ലല്ലോ എന്റെ ദൈവമോ. രാപ്പകൽ നിലവിളിക്കുന്ന എന്റെ വ്രതമാണ് കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരായാലും അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന കർത്താവെ. രാത്രി വചനത്തിൽ ഞാൻ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ചിറങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടയാക്കണമേ. അക്ഷരം കൊന്നും ആത്മാവ് ജീവിപ്പിക്കുന്നതാകയാണ് രാത്രി കർത്താവെ. അപ്പാ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ആവലോണ്ടിരിക്കുന്നു കർത്താവെ. അപ്പാ വചനം പറയുന്ന വായും കേൾക്കുന്ന ചെവി ഒരുപോലെ രാത്രി അനുഗ്രഹിക്കണമേ. അപ്പാ സ്തോത്രം സ്തോത്രം. കേൾക്കുന്ന ഒഴുകിപ്പോകാതെ വണ്ണം കർത്താവെ അത് കേൾക്കുന്ന അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതായി കയറുന്ന ഓരോ കുടുംബങ്ങളെ, ഓരോ അഭിഷക്തന്മാരെ, മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിക്കാർമേൽ പ്രയർ ഗ്രൂപ്പിൽ കയറി ചേർന്നും വലുതുമായ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ സന്നിധിയില വിശ്വസ്തയോടെ കർത്താവെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിക്കുക. ഞങ്ങളുടെ വിവാഹപ്രായം കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, അനീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അമ്മാളമ്മയുടെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആശയെ ഓർക്കുന്നു, സഹോദരനെ ഓർക്കുന്നു, നിവ്യയെ ഓർക്കുന്നു കർത്താവെ. അപ്പാ
അനേക യുവതിയുവാക്കന്മാർ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. വേഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച തുണയെ വെളിപ്പെടുത്തി കർത്താവെ. ആ കാനാവിലെ കല്യാണത്തിന് കുറവ് തീർത്ത കർത്താവ് വേഗത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് കൽപ്പിക്കണം കർത്താവ്. ഏപ്രിൽ മാസം സകല വിഷയങ്ങളുടെയും മറുപടികളുടെ മാസമാക്കി തീർക്കണമേ. ആലോചന കേട്ടതല്ലാതെ കർത്താവെ അത് വിശ്വാസമായി പരിഗണിപ്പിക്കാവുകയാൽ അത് അവർക്ക് ലഭിച്ചില്ലെന്ന് ഞങ്ങളുടെ വചനമുണ്ടല്ലോ അപ്പാ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തെ ക്ഷീണിച്ചു പോകുവാൻ ഞങ്ങളെ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. തലമുറകളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ പേര് പറഞ്ഞ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിന് മറുപടി തരാൻ പോകുന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ മഞ്ജുഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേറ്റ പൈതന് വേഗത്തിൽ ഒരു വഴി വാതിൽ തുറന്നു കൊടുക്കണമേ. അപ്പം അവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന വിത്ത് നഷ്ടപ്പെട്ടു പോകാതെ കുഞ്ഞിനെ കർത്താവെ ഇരട്ടി ആത്മാവിന്റെ ശക്തിയോടെ അവിടുന്ന് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പിഞ്ചു പൈതങ്ങളെ രക്തം കൊണ്ട് മധുരം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രയുടെ എല്ലാ തലമുറകളെയും അപ്പന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാതപ്പെടുത്തിയിരിക്കട്ടെ. സാന്നിധ്യത്തിന്റെ പറവിൽ മറയ്ക്കുമാറാകണം. മാധ്യമങ്ങളെ നെറ്റുകൾ ഒരു വിഷയങ്ങളും ഉണ്ടാകാതെ വണ്ണം ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചുകൊള്ളുമാറാണ്. സാഹചര്യം എല്ലാവർക്കും അനുകൂലമാക്കണമേ കർത്താവ്. അങ്ങയുടെ മണ്ണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ രാജ്യത്തെ കർത്താവ് അങ്ങയുടെ ആലയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇസ്രായേലിന്റെ സമാധാനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കപ്പാ. കർത്താവെ അടിയിൽ നിൽക്കുന്ന ഈ ഭവനത്തെ ഏൽപ്പിക്കുന്ന ആരാധനയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ വണ്ണം കർത്താവെ മാതാവിനെ അവിടുന്ന് സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. കർമ്മേൽ പ്രയർ ഗ്രൂപ്പ് വളരട്ടെ കർത്താവെ. അനേക അഭിഷക്തന്മാർ കയറട്ടെ. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ഗ്രൂപ്പ് ഒരു അനുഗ്രഹമായി തീരട്ടെ. അനേകായിരം അഭിഷക്തന്മാരെ കൂടെ കേട്ട കർത്താവെ ഞങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ, ഞങ്ങൾ കർമ്മേൽ പ്രയറിനോട് പറഞ്ഞ ദൂതുകൾ ആലോചനകളെല്ലാം അത് വരും ദിവസങ്ങളിൽ നിവർത്തിയായി അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാക്കി കേൾക്കണമേ കർത്താവെ. വചനം ദൂരത്തും ചാരത്തുമായി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. ബലഹീനയും കുറുള്ള അടിയന്റെ പ്രാർത്ഥന കേട്ടി യാതൊരു മറുപടി തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച ഗ്രേസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഒരു വിഷയം കൂടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഭവനമില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. സ്തുതിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങൾ രോഗികളെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാജാനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവി പാസ്റ്ററെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവർക്കും കർത്താവ് പൂർണ്ണമായ സൗഖ്യവും വിടുതലും കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവെ തൃക്കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാമ്പത്തികമായവർക്ക് വഴികളെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. നിന്റെ ഭാര യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തുമെന്നുള്ള വചനം കർത്താവെ സഹോദരങ്ങളുടെ മേൽ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരോട് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകരാജ്യങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇസ്രയേലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ എല്ലാം കർത്താവ് മാറ്റി കൊടുക്കുമാറാകണമേ. യുദ്ധങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു ലോകരാജ്യങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഒരു ഉണർവിന്റെ കാറ്റ് വീശുവാൻ കർത്താവെ. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ എല്ലാം കർത്താവ് കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തന്നിരിക്കുക. സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. അതിന് ശുശ്രൂഷയ്ക്കായി പ്രിയ എബി പാസ്റ്ററെ സ്നേഹത്തോടെ ആദരവോടെ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേഗം വരുന്ന ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർമ്മേൽ പ്രയർ ഫെലോഷിപ്പ് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നല്ല നിലവാരത്തിൽ പോകുന്ന തോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഇന്നത്തെ കൂട്ടായ്മ ലീഡ് ചെയ്ത പ്രിയ ആമേ സ്തോത്രം
പ്രിയ പ്രിയ അമ്മാളു ആന്റി, ആമേ സങ്കീർത്തന വായനയെ നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ട ആന്റി, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ആമേ കർത്താവ് നല്ല സൗഖ്യങ്ങളെ നൽകി ആടിയനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അല്പമായ ബോഡി പെയിന്, ഷോൾഡേഴ്സ് പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആമേ കർത്താവിന്റെ അമിത ബലം, ആമീൻ സ്തോത്രം, ദൈവത്തിന്റെ കൃപ ഓരോ ദിവസവും അനുഭവിച്ച് മുന്നേറുന്നു. കർത്താവ് ഞങ്ങളെ കുടുംബമായി സൂക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ഫലപ്രദമായി തീരുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ ഈ സമയത്ത് മിനിഞ്ഞാന്നും ഇന്നലെ ഇന്നും ഒക്കെ ചിന്തിച്ച് അത്ഭുതപ്പെടുക, ദൈവത്തെ സ്തുതിക്കുകയും ചെയ്ത ആ ഒരു അനുഭവം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ആക്ച്വലി ഇന്ന് ഓഫ് അല്ലായിരുന്നു, ഇന്ന് ഡ്യൂട്ടി ആയിരുന്നു, കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഗ്രേസി മാമ എന്നോട് പറഞ്ഞു, പക്ഷേ തിങ്കളാഴ്ച കയറത്തില്ല. ഞാൻ പറഞ്ഞു, മാമ ഓഫാണ്, സോറി ഡ്യൂട്ടിയാണ്, ഓഫ് ഇട്ടിട്ടില്ല. ആന്റി പറഞ്ഞു മടങ്ങി വരുന്ന ഓൺ ദ വെയിലാണെങ്കിലും മെസ്സേജിന് കയറണേ. ഞാൻ പറഞ്ഞാൽ കയറാം. സ്തോത്രം. പിന്നെ അമ്മാമ പറഞ്ഞു, ഞാൻ എന്തായാലും പാസ്റ്ററുടെ പേര് മെസ്സേജിൽ ഇടാൻ പോവുകയാണ്. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം പെട്ടെന്ന് എനിക്ക് മെസ്സേജ് വന്നു, ഇന്ന് ഓഫ് ആണെന്ന്. സ്തോത്രം. പ്രൈസ് കർത്താവ് പ്രിയ ഗ്രേസി ആന്റിയുടെ നാവിൽ ആ ആലോചന കൊടുത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ്. അത് മീൻ കാര്യം എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഓഫ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അവിടെ ജോലിക്കാരുടെ കുറവുള്ളത് കൊണ്ട് മീൻസ് ആർക്കും ഇപ്പോൾ ഓഫ് കൊടുക്കുന്നില്ല. എങ്കിലും കർത്താവിന് ഈ ദിവസം നമ്മൾ ഒരുമിച്ചായിരിക്കണം എന്നുള്ളത് കർത്താവിന്റെ ഇഷ്ടമായിരുന്നു. കർത്താവ് അത് നിവർത്തിച്ച് തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കുമായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂട്ടായ്മ നല്ല നിലവാരത്തിൽ പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എങ്കിലും 1-2 ഇൻസ്ട്രക്ഷൻസ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പറയുകയാണ്. ആമീൻ സ്തോത്രം. ഒന്ന്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ഈ സൂം മീറ്റിംഗ്സ് യൂട്യൂബിൽ പോകുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വളരെ 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 കെയർഫുൾ ആയിരിക്കണം. ഞാൻ 4 ഡിവൈസ് ഒരേ സമയം അൺമ്യൂട്ട് ആകുന്ന കണ്ടു. കുഞ്ഞുങ്ങളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേട്ടു. സ്തോത്രം. അപ്പൊ യൂട്യൂബിൽ അത് വരുമ്പോൾ അത് ആരൊക്കെ കാണുന്നു എന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ആ കാര്യം ഒരു സമയം ഒരു ഡിവൈസ് മാത്രമേ അൺമ്യൂട്ട് ആക്കാവൂ. സ്തോത്രം. 2, പ്രൈസ് ഗോഡ്, എനിക്ക് വലിയ പരിചയങ്ങളൊന്നും ഇല്ലെങ്കിലും ആമേൻ സ്തോത്രം, കർത്താവ് എനിക്ക് നൽകിയ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. സങ്കീർത്തനം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, കഴിവതും ഒരു ദിവസം മുൻപേ നിങ്ങൾക്ക് അറിവ് കിട്ടുമല്ലോ ആരാ സങ്കീർത്തനം വായിക്കുന്നതെന്ന്. കഴിവതും ഒരു 4 തവണയെങ്കിലും 5 തവണയെങ്കിലും സങ്കീർത്തനം വായിച്ചിട്ട് നെക്സ്റ്റ് ഡേയില് സങ്കീർത്തനം വായിക്കാവൂ. സ്തോത്രം. 2, സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുമ്പോൾ ആമേൻ പല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് പ്രബോധിപ്പിക്കുവാൻ സാധിക്കും. 1, തലക്കെട്ട് വെച്ച് പ്രബോധിപ്പിക്കാം. അതിന്റെ ടൈറ്റിൽ വെച്ച് പ്രബോധിപ്പിക്കാം. ടൈറ്റിൽ വെച്ച് പ്രബോധിപ്പിക്കണമെങ്കിൽ ഇപ്പൊ ഓൺലൈനിലൊക്കെ സ്റ്റഡി അവൈലബിൾ ആണ്. ഓൺലൈനിൽ കയറി അതിന്റെ ടൈറ്റിൽ വെച്ച് നന്നായി വചനം സംസാരിക്കാൻ പറ്റും, പ്രബോധിപ്പിക്കാൻ പറ്റും. ഇല്ല എങ്കിൽ എല്ലാ സങ്കീർത്തനങ്ങൾക്കും ഒരു താക്കോൽ വാക്യമുണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ? എല്ലാരും ഹാപ്പിയാണേ? സ്തോത്രം. എനിക്ക് മറ്റുള്ളവരെ വളർത്താനാ താല്പര്യം. സ്തോത്രം. എന്നേക്കാൾ നന്നായി എല്ലാവരും യഹോവയുടെ വചനം സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പം എല്ലാ സങ്കീർത്തനങ്ങൾക്കും ഒരു താക്കോൽ വാക്യമുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ആമേ സ്തോത്രം, ഞാൻ അടുത്ത മീറ്റിങ്ങിന് കയറുമ്പോൾ അതിന് ശേഷമുള്ള കുറെ സങ്കീർത്തനങ്ങളുടെ താക്കോൽ വാക്യം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തരാം. നിങ്ങൾ അതങ്ങ് എഴുതിയെടുക്കണം. സ്തോത്രം. ആമേൻ സ്തോത്രം. താക്കോൽ വാക്യം വെച്ച് നമുക്ക് സങ്കീർത്തനത്തിന് സംസാരിക്കുവാൻ പറ്റും. 2, 3, ആ സങ്കീർത്തനത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
സങ്കീർത്തനത്തെ നമുക്ക് എന്താ പറയാ തരംതിരിക്കാൻ പറ്റും. സ്തോത്രം. 1 മുതൽ 4 വരെ വാക്യങ്ങൾ ഒരു വിഷയമായിരിക്കും, അല്ലെങ്കിൽ 5 മുതൽ 8 വരെ ഒരു ഭാഗം, അതിന്റെ ആലോചന ഒന്നായിരിക്കും. സ്തോത്രം. അത് വെച്ച് ഗംഭീരമായിട്ട് പറയാൻ പറ്റും. സ്തോത്രം. എങ്ങനെ പറഞ്ഞേ? ഗംഭീരമായിട്ട് ശക്തമായിട്ട് പറയാൻ പറ്റും. പിന്നെ എന്റെ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നും വേണ്ടി വരത്തില്ല. സ്തോത്രം. പിന്നെ പ്രാർത്ഥന, പിന്നെ കർമ്മേൽ പ്രയർ മിനിസ്ട്രി എന്നല്ലേ, പ്രാർത്ഥന ശക്തമായിട്ട് നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സങ്കീർത്തനം പ്രബോധിപ്പിക്കാനൊക്കെ സാധിക്കും. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഈ അടുത്ത സങ്കീർത്തനം 5-ാം സങ്കീർത്തനമാണെന്ന് എന്റെ അറിവ്. 5-ാം സങ്കീർത്തനമാണ് വായിക്കാൻ പോകുന്നത്. അപ്പൊ 5-ാം സങ്കീർത്തനത്തിന്റെ 2 കാര്യങ്ങൾ, ആരാണോ നാളെ പറയാൻ പോകുന്നത്, 2 കാര്യങ്ങൾ. അപ്രോച്ചിങ് ഗോഡ് ഇൻ ദ മോർണിംഗ്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നാളെ ആരാണോ സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ രാവിലെ ചെല്ലുന്നതിന്റെ ഗുണങ്ങള്. സ്തോത്രം. അപ്പം ഇത് ഞാനിപ്പോ പറഞ്ഞു തന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ഈ മീറ്റിംഗ് കഴിയുന്ന ഉടനെ മുട്ടുമടക്കി എന്റെ അപ്പ എനിക്ക് അതിനുള്ള വാക്യങ്ങൾ കാണിച്ചു തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രാവിലെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലാസ് തരികയാണേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ രാവിലെ വരുന്ന ഞങ്ങളുടെ ആ ഒരുക്കം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ നിങ്ങൾക്ക് കൊണ്ട് പറ്റും. ഒത്തിരി പോയിന്റ് ഉണ്ട്. 2-ാമത്തെ പോയിന്റ് 11 മുതൽ 12 വരെ നീതിമാന്റെ ഡെസ്റ്റിനി, അവന്റെ ഡെസ്റ്റിനേഷൻ, നീതിമാൻ എന്തായി തീരും. 11-ഉം 12-ഉം നീതിമാന്റെ അവന്റെ ഡെസ്റ്റിനേഷൻ, അവൻ എന്തായി തീരും എന്നുള്ളതിനെ കാണിക്കുന്നു. പിന്നെ ആ ഒരു ഭാഗം എടുത്താൽ മതി. ഞാനീ പറയുന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗം, ഏതാണ് ദൈവാത്മാവ് നിങ്ങൾക്ക് നിയോഗം തരുന്നത് അത് നിങ്ങൾ എടുക്കുക. അടുത്തത് നോക്കിക്കേ, 7-ാം വാക്യം നോക്കിയേ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോട് ആരാധിക്കും. അപ്പൊ എങ്ങനെ ദൈവത്തെ ആരാധിക്കാം, എങ്ങനെ എഫക്റ്റീവായിട്ട് ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിന്റെ കേട്ടോ. അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, പിന്നെ അതെടുത്ത് ദൈവമേ ഞാൻ ഒന്നുമില്ലപ്പ, ഇതെല്ലാം പഠിക്കുന്നെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നിലത്തോട്ട് കമന്നങ്ങ് വീഴും ഗ്രേസിമാമേ, എന്റെ ദൈവമേ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആലോചനകൾ ഇങ്ങനെ ഉള്ളിലേക്ക് തന്നുകൊണ്ടിരിക്കും കേട്ടോ. സ്തോത്രം. 5-ാം സങ്കീർത്തനത്തിലെ അടുത്തത് വേണുനാദം എന്ന. വേണുനാദം എന്ന് പറഞ്ഞാല് ഫ്ലൂട്ട്. മലയാളത്തിൽ എന്തുവാ പറയാ? വേണു എന്നതിന്റെ പര്യായമാണ്. ഫ്ലൂട്ടിന് മലയാളത്തില് ഓടക്കുഴല്. അപ്പൊ വെറുതെ ഓടക്കുഴൽ വായിക്കാൻ പറ്റുമോ? തമ്പേർ അടിക്കുന്ന പോലെ ഓടക്കുഴൽ വായിക്കാൻ പറ്റത്തില്ല. അത് ചിട്ടപ്പെടുത്തണം. അപ്പൊ ചിട്ട വെറുതെ പാടാൻ പറ്റുമോ കേട്ടോ? സംഗീത പ്രമാണിക്ക് വേണുനാദത്തോടെ ദാവീദിന്റെ സങ്കീർത്തനം. അപ്പം അതിന്റെ അകത്ത് ഒരു ഓർഡർ ഓഫ് ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ഒരു ഓർഡർ. നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി ഞാൻ ഇൻജക്ട് ചെയ്യുന്നത് പ്രയാസമൊന്നും ഇല്ലല്ലോ, കുത്തിവെക്കുക കേട്ടോ. അല്ല, നമ്മുടെ ഈ പ്രോഗ്രാം നന്നായിരിക്കാൻ വേണ്ടി ഞാൻ പറയും. അപ്പൊ വേണുനാദം, ഈ ഓടക്കുഴല് വെറുതെ കയറി വായിക്കാനൊന്നും പറ്റത്തില്ല. അതല്പം ഇത് അവരാദ്യം എൻ്റെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഓടക്കുഴൽ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഈ ബ്രീത്തിങ് സിസ്റ്റം ആദ്യം സെറ്റാക്കാൻ പഠിപ്പിക്കും. ബ്രീത്തിങ് സിസ്റ്റം. സ്തോത്രം. അപ്പൊ അതിനനുസരിച്ചാണ് അത് വരുന്നത്. അപ്പം ദൈവത്തെ വെറുതെ കയറി ദൈവത്തെ പാടി സ്തുതിക്കാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു ആരാധന വെളിപ്പെടണമെങ്കിൽ എങ്ങനെയെങ്കിലും പാടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണം. അങ്ങനെ ഒത്തിരി ആശയങ്ങളുണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാണ്, രാവിലെ ദൈവസന്നിധിയിൽ വരുന്നതിന് പ്രയോജനങ്ങൾ. നീതിമാന്റെ ഡെസ്റ്റിനേഷൻ, അവന്റെ ലക്ഷ്യം, അവൻ എന്തായി തീരുമെന്നുള്ളത്. അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം. ഇവിടെ ഭക്തിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വാക്യങ്ങള്
ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ വാക്യങ്ങൾ എടുത്തു തരാൻ ഞാനിപ്പം ഒരുങ്ങിയിരിക്കുകയല്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഒത്തിരി സമാന്തരമായ വാക്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെന്നുള്ള വിഷയങ്ങളുണ്ട്. അടുത്തത് വേണുനാഥം. നമ്മുടെ ജീവിതത്തിന്റെ നിശ്വാസത്തെ പോലും ക്രമീകരിച്ചിട്ട് വേണം ദൈവത്തെ പാടി സ്തുതിക്കാൻ. അങ്ങനെ അത് സ്റ്റഡി ചെയ്തിട്ട് പ്രബോധിപ്പിച്ചു കഴിഞ്ഞാൽ സൂസമാമെ ഗംഭീരമായിരിക്കും. സ്തോത്രം. ഞാൻ വല്ല പിന്നെ എബിപാഷയുടെ വചനം, എബിപാഷ പിന്നെ 5 മിനിറ്റ് പറഞ്ഞാൽ മതി, 10 മിനിറ്റ് ഞാൻ പറഞ്ഞാൽ മതി. സഹോദരൻ, നിങ്ങളൊക്കെ ഒന്ന് കർത്താവിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നാളെ ആരാണോ 5-ാം സങ്കീർത്തനം എടുക്കുന്നത്, ഞാൻ 4 പോയിന്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ സമയം കളയാതായിരുന്നു പഠിച്ച് എടുക്കണം. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഹാപ്പിയാണേ? സ്തോത്രം. എല്ലാവരും സന്തോഷമാണേ. അപ്പോൾ അടുത്ത എന്നാണോ ഞാൻ കയറുന്നോ, അല്ലെങ്കിൽ എന്നെനിക്ക് കയറാൻ പറ്റുമോ, ഞാൻ ഇങ്ങനെ കുറെ പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേ ഇപ്പൊ എനിക്ക് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ ആ പോയിന്റുമായി ബന്ധപ്പെട്ട റെഫറൻസ് വാക്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ പഠിക്കണം. സങ്കീർത്തന വായന അവർ പഠിക്കണം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. പ്ലീസ് നമുക്ക് വേഗം ഒന്ന് ദൈവത്തിന്റെ വചനത്തില് ധ്യാനിക്കാം, ചിന്തിക്കാം, ബലപ്പെടാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ജോലി സ്ഥലത്ത് വലിയ അത്ഭുതങ്ങളൊന്നും അല്ല കേട്ടോ, പക്ഷെ ഞാൻ ദൈവം ഇങ്ങനെ എനിക്ക് വേണ്ടി ചെയ്യുമോ എന്ന് ചിന്തിച്ച ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. എനിക്ക് അവിടെ ചാൾസ് എന്ന് പറഞ്ഞ എന്റെ മേളിലൊരു ബോസ് ഉണ്ട്. എന്നോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളില് ഒത്തിരി പ്ലാനുകളുണ്ട്. അതിനനുസരിച്ച് മറ്റുള്ളവർ പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാല് ഇദ്ദേഹം രാവിലെ 6 മണിയാകുമ്പോൾ ജോലിക്ക് വരും. ഞങ്ങൾ രാവിലെ 3 മണിക്കൊക്കെ ചെല്ലുന്നവരാ. അപ്പൊ ഇദ്ദേഹം വരുമുണ്ടല്ലോ, പണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന ഭാഗത്ത് പേപ്പർ കിടക്കാൻ പാടില്ല, ഇല കിടക്കാൻ പാടില്ല, ഇങ്ങനെ പല പല കാര്യങ്ങളാ. ഇലയൊക്കെ വീണ് പോകുന്നില്ലേ ഗ്രേസിമാമി, പേപ്പറൊക്കെ വീണ്. അത് ജോലി കഴിഞ്ഞിട്ട് ആക്ച്വലി അവിടെ നിയമം പറഞ്ഞാൽ നമ്മളൊരു ഭാഗം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ ഇദ്ദേഹം ചില സമയത്ത് 6 മണി വരുമ്പോൾ പേപ്പർ കിടക്കുന്നത് കാണും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എന്തോ പ്രയാസമാണ്, അങ്ങനെ എന്തൊക്കെയോ. എനിക്ക് തോന്നുന്നത് ഈ ചിലർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഈ ചൂലുമായിട്ട് ആൾക്കാർ നിൽക്കുന്ന കാണുമ്പോൾ പ്രശ്നമില്ലേ, ഇതുപോലെ എന്തോ ഒരു പ്രശ്നം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ഈ വർക്ക് പ്ലേസിൽ വരുമ്പോ ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടോ ചൂലുമാറ്റ്. രാവിലെ എന്താ ഇന്ന് ആരെയാണാടാ കണ്ടേ? ദൈവത്തെ കണ്ടിറങ്ങും കേട്ടോ, ദൈവത്തെ കണ്ടിറങ്ങ. സ്തോത്രം. ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു സംഭവം ഓർക്കുക. ഒരു ഭക്തന്റെ വീട്ടിൽ ഞാൻ ഒരു രാത്രി സ്റ്റേ ചെയ്യേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം രാവിലെ പോവാ, ഞാൻ ഇറങ്ങും. അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ മോനെ പുറത്തോട്ട് ഇറങ്ങി നോക്കി, ആരെങ്കിലും അവിടെ നിപ്പുണ്ടോടാന്ന്. ഞാൻ ശരി നോക്കാം. അപ്പൊ നോക്കിയപ്പോ അപ്പുറത്തെ പുള്ളിക്കാരി റോഡ് ചൂലുകൊണ്ട് വൃത്തിയാക്കുക. ഞാൻ പറഞ്ഞു അപ്പുറത്തെ പുള്ളിക്കാര് അവിടെ നിപ്പുണ്ട്, ആഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ആളാ കേട്ടോ. അപ്പുറത്ത് ആരോട് ചൂലുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ, ഇപ്പൊ ദൈവത്തെ കണ്ടിറങ്ങുന്നവന് ചൂല് കൊണ്ടല്ല പല്ലി വന്നാൽ എന്താ, ആന വന്നാൽ എന്താ. സ്തോത്രം. എനിവേ, അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെ എന്താ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം മൊത്തം അദ്ദേഹം അവിടെ കുളമാക്കും. സ്തോത്രം. അപ്പൊ മാത്രമല്ല ഞങ്ങളോടൊക്കെ വല്ലാത്തൊരു രീതിയാ. അപ്പൊ നമുക്കത് വലിയ പ്രഷറാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവും ഇല്ല, വൈരാഗ്യവും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞു ദൈവമേ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ ദൈവമേ. അപ്പൊ നമുക്കല്ല പ്രഷറോടെ ജോലി. ഇന്നലെ രാവിലെ ഞാൻ ചെന്നപ്പോ പറഞ്ഞു, അവിടെ പറയാ ചാർലീസ് നോമോർ, ചാർലിയാസ് ഓഫീസർ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവിടുത്തെ സ്റ്റോർ മാനേജറായിരുന്നു, മെയിൻ മാനേജറായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. സ്തോത്രം. നമുക്കതിൽ സന്തോഷമൊന്നുമില്ല. കൃത്യതയുള്ള ഒരാളവിടെ ഉണ്ടെങ്കിൽ, ഇച്ചിരി പ്രഷർ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് പോകും. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു, നമ്മളെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. സ്തോത്രം. അപ്പൊ ഞാൻ ഗ്രേസിമാമ പറഞ്ഞൊരു കാര്യം, ഭാഷ ഒന്നും പേടിക്കണ്ട, ഈ ബുദ്ധിമുട്ടിക്കുന്നവരെയൊക്കെ ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ അറിയാം. സ്തോത്രം. നമ്മൾ പുള്ളിക്കാരനെതിരെ പ്രാർത്ഥിക്കാൻ പോയില്ല, ദൈവമേ അവിടുന്ന് ഓടിക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ ഇത്രമേ പറഞ്ഞുള്ളൂ, എന്റെ ദൈവമേ എനിക്ക് ബുദ്ധിമുട്ടാണേന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് ചില സമയത്ത് എനിക്ക് പ്രഷറാണേന്നേ ഞാൻ ദൈവത്തോട് പറഞ്ഞുള്ളൂ കേട്ടോ, നീണ്ട പ്രാർത്ഥനയൊന്നും ചെയ്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഒരാശ്വാസത്തെ അവിടെ നൽകിയിട്ടുണ്ട്. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. പക്ഷെ അവിടെ നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മുന്നോട്ട് അടുത്ത നല്ലൊരു സ്റ്റെപ്പിലേക്ക് പോവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ
ഇത് ചെയ്യുവാൻ, ഇവാലുവേറ്റ് ചെയ്യുവാൻ കൊടുക്കണം. അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അത് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ജോലി എനിക്ക് ലഭിക്കും. നല്ലൊരു ജോലി, മാന്യമായ ഒരു ജോലി എനിക്ക് ഇവിടെ ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പുകളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് സമയങ്ങളെ കളയേണ്ട. സ്തോത്രം. കർത്താവ് നമ്മളെ പഠിപ്പിച്ച വിഷയം മോശ വരെ പഠിപ്പിച്ചു. എവിടെ വരെ പഠിപ്പിച്ചു? മോശ വരെ പഠിപ്പിച്ചു. സ്തോത്രം. ഞാൻ ഇതാ എന്ന് പറയുന്ന മോശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക. ആമേൻ. ഈ ഇങ്ങനെ വിളിച്ച ഈ മോശയുടെ വിളി ഒക്കെ ഞാൻ പിന്നീട് ഞാൻ നിർത്തിയില്ല. ആ ടോപ്പിക്ക് നിർത്തിയില്ല കേട്ടോ. മോശയുടെ എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിച്ചേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യം, 24 മുതൽ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ ഈ സൂമെന്ന് പറയുന്ന സിജോ ഒന്ന് സൂമെന്ന് പറയുന്നത് വിട്ടിട്ടെ. ഓക്കെ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലികളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമിൽ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ വിടിഞ്ഞു വീണു. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ സ്തോത്രം. നോക്കിക്കുമേ. ആമേ. സ്തോത്രം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശ. സ്തോത്രം. ഹല്ലേലൂയ. മോശ ആഗ്രഹിച്ചു ജനത്തെ രക്ഷിപ്പാൻ. അതിനുവേണ്ടി താൻ ഒത്തിരി കംഫർട്ട് എടുത്തു. തൻ്റെ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി. അതിനെ ദൈവം അവിടെ തടഞ്ഞുകൊണ്ട് ദൈവം അവനെ വിളിക്കണം. സ്തോത്രം. ഈ 2 രീതിയിൽ വരാൻ കേട്ടോ. ഒരു തീക്ഷ്ണത വന്ന് ഇറങ്ങാൻ പറ്റും. അല്ലാതെ ദൈവം കണ്ടിട്ട് തന്നെ ഇറക്കാം. 2 രീതിയുണ്ട്. സ്തോത്രം. രണ്ടും നല്ലതാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് ഇഷ്ടം തീക്ഷ്ണത നല്ലതാണ്. കർത്താവിന് വേണ്ടിയുള്ള എരിവ് നല്ലതാണ്. സഭയ്ക്ക് വേണ്ടിയുള്ള എരിവ് നല്ലതാണ്. ആമേസ്തോ. പക്ഷേ ദൈവം നമ്മളെ വിളിക്കുകയും വേണം. 2 കാര്യം ഒരുപോലെ നടക്കണം. സ്തോത്രം കേട്ടോ. മോശയ്ക്ക് ജനത്തോട് എരിവുണ്ട്. ജനത്തിന്റെ കഷ്ടത അവൻ കണ്ടതാണ്. പക്ഷേ ദൈവം വിളിക്കണം. സ്തോത്രം. ഈ ഈജിപ്ഷ്യനെ അടിച്ചു കൊല്ലുമ്പോൾ എബ്രായരും തമ്മിൽ ഒരു കോംപ്രമൈസ് എത്തിക്കുമ്പോൾ ഒന്നും അടിയൻ ഇതാ അല്ലെങ്കിൽ ഞാൻ ഇതാ എന്ന് പറഞ്ഞല്ല മോശ വരുന്നത്. ഐ ആം കേപ്പബിൾ, എന്നെ കൊണ്ട് പറ്റുമെന്നാ പറഞ്ഞിറങ്ങിയത്. നോക്കണമേ, നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എനിക്ക് പറ്റും, ഞാൻ അതിനാ ഇത് പഠിച്ചത്, ഞാൻ ഇത്രയും പഠിച്ചത് അതിനു വേണ്ടി അങ്ങനെ പറഞ്ഞൊരു കാര്യം ചെയ്യുവാനല്ല. ദൈവം നമുക്ക് എത്ര നല്ല വിദ്യാഭ്യാസവും എത്ര നല്ല എക്സ്പീരിയൻസ് തന്നാലും ആമേ കർത്താവേ ഞാൻ ഇതാ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കണമേ. അങ്ങനെ വിളിച്ചാലേ, അങ്ങനെ ഏൽപ്പിച്ചാലേ ആമീൻ എൻ്റെ അറിവ് കൊണ്ട് നേട്ടമുള്ളൂ. എൻ്റെ അറിവ് കൊണ്ട് അങ്ങേക്ക് മഹത്വം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഈജിപ്ഷ്യനെ കൊന്നിട്ട് അങ്ങനെ ചില കാര്യങ്ങളിൽ കൂടി റെവല്യൂഷണറി മൂവ്മെന്റ് ഉണ്ടാക്കി തൻ്റെ ജനത്തെ കൊണ്ടുവരുവാനല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ മഹത്വം മിസ്രൈമിൽ വെളിപ്പെടുത്തി തൻ്റെ ജനത്തെ കൊണ്ടുവരുവാനായിരുന്നു യേശുവിന്റെ പദ്ധതി. സ്തോത്രം. കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വീര്യം കൊണ്ടല്ല ശുശ്രൂഷ നടക്കേണ്ടത്, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ വേണം ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഇതാണ് മോശയുടെ വളർച്ച.
ദൈവനാമത്തിന് വേണ്ടി ദൈവത്തിന്റെ വിളി കേട്ട് വന്ന മോശയുടെ ചരിത്രം കൊണ്ട് പറയുമ്പോൾ 11-ാം അധ്യായം വിശ്വാസത്തിന്റെ ഒരു അധ്യായമാണ്. മോശയുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ നോക്കിക്കേ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. സ്വതന്ത്ര പറഞ്ഞാട്ടെ, ഇത് നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിൽ എവിടെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ഇൻസ്റ്റൻസ്? ഇല്ല. പ്രൈസ് ലോർഡ്. പക്ഷെ പരിശുദ്ധാത്മാവ് സ്തോത്രം എബ്രായ ലേഖനത്തില് ഈ വിഷയം അങ്ങോട്ട് എഴുതിയപ്പോൾ, വിശ്വാസ വീരന്മാരുടെ പേരങ്ങോട്ട് എഴുതിയപ്പോൾ, ഞാൻ ഇതാ എന്ന് പറഞ്ഞ മോശയെ തൊട്ടിട്ട് പറയുകയാണ്. സ്തോത്രം എന്താണ്? സ്തോത്രം പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് ചേർന്ന് ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ പറയുന്നത്. ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. അമ്മ ശ്രദ്ധിക്കണേ. He chose to share the oppression of God's people instead of enjoying the fleeting pleasures of sin. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയില് ഒരു നിയോഗത്തിന്റെ രാത്രിയാ കേട്ടോ. ഞാൻ ഇതാ എന്ന് പറയുന്ന ഒരു രാത്രിയാണ്. ആ പറയുന്നതിന്റെ പിന്നിലുള്ള ദൈവ പ്രവൃത്തി കാണാൻ പോവുക. ഞാൻ ഇതാ എന്ന് ദൈവവിളി കേൾക്കുമ്പോൾ, ബിന്ദു സിസ്റ്ററെ, ഞാൻ ബിന്ദു സിസ്റ്ററെ എന്ന് വിളിക്കുന്നത്, ദൈവം വിളിക്കുന്ന ബിന്ദുവേ, ബിന്ദു എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇതാ എന്ന് പറഞ്ഞ് ബിന്ദു എഴുന്നേൽക്കുമ്പോൾ ബിന്ദുവിൽ ഉണ്ടാകേണ്ടുന്ന റിഫ്ലക്ഷൻസ്. സ്തോത്രം. സീന ആന്റിയോട് സ്തോത്രം. ദൂതല്ല കേട്ടോ. സീനായേ എന്ന് ദൈവം വിളിക്കുമ്പോൾ ഞാൻ ഇതാ എന്ന് പറയുന്ന സീന ആന്റിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ്. ഞാനിതാ എന്നുള്ളതിന്റെ ഇന്ന് കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന ആലോചന അതാ. ഈ ഞാനിതാ എന്ന് പറഞ്ഞ മോശ എന്താ ചെയ്തത്? He chose to share the oppression of God's people instead of enjoying the fleeting pleasure of sin. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും അത് പറയുമ്പോൾ പാപത്തിന് എന്താ ഉണ്ട്? ഒരു പ്ലഷറുണ്ട്. മോശയ്ക്ക് വേണമെങ്കിലും ആ പാപത്തിന്റെ സന്തോഷത്തിൽ മുന്നോട്ട് കടന്നു പോകാം. ഒരാമേൻ പറയാമോ? സ്തോത്രം. ഹല്ലേലൂയ. അതിലേക്കൊന്നും പോകണ്ട, ദൈവജനത്തെ രക്ഷിക്കാൻ പോകണ്ട, അവരുടെ കൂടെ കഷ്ടം അനുഭവിക്കാൻ പോകണ്ട, ഇങ്ങനെ അങ്ങ് പോയാ മതി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ സിഗരറ്റ് വലിക്കുന്ന മോശയെ കാണുന്നില്ല, മദ്യം കുടിക്കുന്ന മോശയെ കാണുന്നില്ല, പരസംഗം ചെയ്യുന്ന മോശയെ കാണുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളതായ നമ്മുടെ അറിവിൽപ്പെട്ട പാപം ചെയ്യുന്ന മോശയൊന്നും കാണുന്നില്ല. പക്ഷേ ദൈവം നിയോഗത്തിൽ നിന്ന് മാറി നടക്കുന്ന മോശയെ കാണുവാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പൊ അവൻ നോക്കുമ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അമ്മായിപ്പന്റെ ആടുകളെ മേടിച്ച് ഇങ്ങനെയൊക്കെ. ഞാൻ ഇപ്പൊ പറയാം മോശയുടെ 3 തടസ്സങ്ങളെ ഞാൻ ഇപ്പൊ പറയാൻ പോവുക. 3 തടസ്സങ്ങൾ പറഞ്ഞു. ഈ തടസ്സങ്ങൾ പറഞ്ഞതിനൊക്കെ പിന്നിൽ എനിക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. സ്തോത്രം. എനിക്ക് ഈ ആടും എനിക്ക് എന്റെ അമ്മായിപ്പനും എന്റെ ഭാര്യയും എന്റെ പിള്ളേരും പിന്നെ എന്താ പറയാ എന്റെ അമ്മായിപ്പന്റെ ആടുകളും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഓർത്തോണം. ആമേൻ. സ്തോത്രം. മോശയെ നിന്റെ മേലൊരു വിളിയുണ്ട്. സ്തോത്രം. ഇന്ന് ഈ രാത്രി സമയം നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാ നമ്മളെ നോക്കി പരിശുദ്ധാത്മാ പറയുകയാണ്, എന്നെ നിങ്ങളെ കുറിച്ചും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും അതിനോട് അങ്ങോട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല ദൈവവിളിയോട്. സ്തോത്രം. അതാ പറയുന്നത് ദ പ്ലഷേഴ്സ് ഓഫ് സിൻ. ഇന്ന് പകൽ ഞാൻ ഇതാ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഭോഗത്തെക്കാളും നോക്കിക്കേ, തൽക്കാല പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ഇതൊക്കെ നശിച്ചു പോകുന്ന കേട്ടോ. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് ഒരു പാപമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ദൈവത്തിന്റെ ഒരു പർപ്പസിന് വേണ്ടി വിളിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു പാപമാണ്. സ്തോത്രം. ഞാൻ ഇതാ എന്ന് പറഞ്ഞ് മോശ സമർപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആമേൻ. സ്തോത്രം. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. സ്തോത്രം.
ഓ ഹല്ലേലൂയ. ദൈവവിളി വന്നപ്പോളേ, ദൈവവിളി വന്ന് ഞാൻ ഇതാന്ന് പറഞ്ഞപ്പോൾ മോശയിലുണ്ടായ ആദ്യത്തെ മാറ്റം എന്തുവാ? കഷ്ടം അനുഭവിക്കുവാൻ. എന്തോ അനുഭവിക്കാനാ? ദൈവജനത്തോട് കൂടെ, ആമീൻ സ്തോത്രം, ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആരെയും വിമർശിക്കുകയൊന്നും അല്ല കേട്ടോ. ഇന്ന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത് കഷ്ടം അനുഭവിക്കാനല്ല. ഇന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കോളിംഗ് ഉണ്ടാകുന്നത് കഷ്ടം അനുഭവിക്കാനല്ല. സ്തോത്രം, പ്രോസ്പെരിറ്റിയാ. ദൈവം പ്രോസ്പെരിറ്റിക്ക് എതിരല്ല കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് പ്രോസ്പെരിറ്റിക്ക് എതിരല്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, ആമീൻ, ദൈവവിളിയുടെ മുൻപിൽ മോശ എന്നാ തെരഞ്ഞെടുത്തത്? എങ്ങോട്ട് പോകാനാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? എങ്ങോട്ട് പോകാനാ പറഞ്ഞത്? ഈ മോശയോട് എങ്ങോട്ട് പോകാനാ പറഞ്ഞത്? കഷ്ടം അനുഭവിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ശോധനയിൽ കൂടി കടന്നു പോകുന്ന, കണ്ണുനീരിൽ കൂടി കടന്നു പോകുന്ന, പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന ജനത്തിന്റെ അടുക്കൽ പോകാനാ പറഞ്ഞത്. അവിടെ സുഖമുണ്ടോ മോനിഷ ആന്റി? അവിടെ പട്ടുമത്തെ ആണോ? ആമേൻ സ്തോത്രം. അലക്സാങ്കളെ, നോ, അല്ല. സ്തോത്രം. അവിടെ എന്തുവാ? അവിടെ സൂപ്പാണോ കിട്ടുന്നേ? അവിടെ മട്ടൻ ചാപ്സ് ആണോ കിട്ടുന്നേ? നോ. ഗ്രേസി മാമേ, ഇപ്പോൾ ഈ മോശ മിസ്രൈമിൽ പോവാം. അവിടെ ദശാംശം ഉണ്ടോ? അവിടെ സ്തോത്രാശയുണ്ടോ? ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പം ഉള്ള കാര്യം ഓർക്കുക. സ്തോത്രം. ആദ്യത്തെ മീറ്റിങ്ങിന് എന്നാ ഗംഭീരമായിരുന്നു അറിയാമോ? എന്റെ ആദ്യത്തെ മീറ്റിംഗ് മാവേലിക്കര വെച്ചായിരുന്നു. ആ പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞിരുന്നു. ആണ്ട് വരുന്നു മീൻ വറുത്തതും, ആരും വെള്ളം ഇറക്കല്ലേ, സ്തോത്രം, മീൻ വറുത്തതും ചിക്കൻ ഫ്രൈയും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം മമ്മ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു നല്ല വിടുതലായിരുന്നു. എന്നാ കിട്ടി? ഞാൻ പറഞ്ഞു ഇന്നെ കിട്ടി. പിന്നെ എന്നാ വേണം? നമ്മുടെ കഷ്ടപ്പെടുന്ന മാറാൻ പോവാ കേട്ടോ. മോശയോട് ചോദിക്കാം, മോശെ നീ മിസ്രൈമിൽ പോയപ്പോ എന്താ കിട്ടി? എന്നാ കിട്ടാനാ? അവിടെ ഉള്ളവര് കഷ്ടതയല്ല, അവിടെ ഉള്ളവര് അടിമത്തത്തില്ല, അവിടെ ഉള്ളവര് കണ്ണുനീരില്ല, അവിടെ ഉള്ളവര് അടി കിട്ടുക. എന്നാ കൊടുക്കാനാ? അവര് ചോദിക്കുന്നത് നിന്നെ എങ്ങോട്ട് വിട്ടതാരാന്നാ ചോദിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. തുടർച്ചയായിട്ട് കർത്താവ് പറയുക, ദൈവത്തിന്റെ ആത്മാ നമ്മളോട് പറയണ, ഹിയർ ഐ ആം, ഞാനിതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ ശ്രദ്ധിക്കുക. കർത്താവ് നമ്മളെ തന്റെ സ്തോത്രം വചനം പറയുവാൻ, തന്റെ ആലോചന പറയുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി നമ്മളെ കൊണ്ടുവരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, എന്താ തെരഞ്ഞെടുക്കേണ്ടത്? വിശ്വാസത്താൽ. കേട്ടോ, ഒരു വാക്കുമുണ്ട്, വിശ്വാസത്താൽ. മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടെ കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തത് ബെൻസ് കാറല്ല, തെരഞ്ഞെടുത്തത് വൈദേശിക യാത്രയല്ല, തെരഞ്ഞെടുത്തത് കഷ്ടതയുടെ നാളുകളായിരുന്നു, വെല്ലുവിളികളുടെ നാളുകളായിരുന്നു. നിങ്ങൾ പഠിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് ആ ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്കങ്ങ് വിട്ടുതരിക പഠിക്കാൻ. സ്തോത്രം. അങ്ങ് ഈജിപ്തിലെ ജനത്തെ രക്ഷിക്കാൻ, ദൈവനിയോഗത്താൽ രക്ഷിക്കാൻ ചെന്നപ്പം ഊഷ്മളമായ വരവേൽപ്പായിരുന്നോ? അല്ല. നിന്നെ ഇങ്ങോട്ട് അയച്ചതാരാ? ജനത്തെ വിടത്തില്ല. സ്തോത്രം. മോശ ചെന്നപ്പോൾ ജനത്തിന്റെ കഷ്ടത വർദ്ധിച്ചു. അവരുടെ സ്തോത്രം, അവരുടെ വരുമാനങ്ങളെ കുറച്ചു. ഇഷ്ടിക ഉണ്ടാക്കുവാൻ അവർക്ക് മിസ്രൈമർ കൊടുത്തിരുന്നതായ വൈക്കോൽ അവർ നിർത്തിവെച്ചു. സ്തോത്രം. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ ശബ്ദം കേട്ട് മിസ്രൈമിലേക്ക് പോകുന്ന ദൈവ നിയോഗപ്രകാരം പോയ മോശ വിശ്വാസത്താൽ, എല്ലാരും പറഞ്ഞട്ടെ, വിശ്വാസത്താൽ, പിറുപിറുപ്പോട് കൂടെയല്ല, പരാതികളോട് കൂടെയല്ല, വിശ്വാസത്താൽ എന്ത് തെരഞ്ഞെടുത്തു? ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ ശബ്ദത്തിന് മുൻപിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മൾ തെരഞ്ഞെടുക്കുന്നത് വിശ്വാസത്തോടു കൂടെ ആണെങ്കിൽ അത് കാണുന്നൊരു ദൈവമുണ്ട്.
എല്ലാ കാലത്തും കഷ്ടതയായിരിക്കത്തില്ല, എല്ലാ കാലത്തും പ്രതികൂലമായിരിക്കത്തില്ല, എല്ലാ കാലത്തും സ്തോത്രം ചോദ്യങ്ങളായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. മോശെ, നീ തെരഞ്ഞെടുത്തത് കഷ്ടതയാണെങ്കിൽ ആമേൻ സ്തോത്രം, ഈ കഷ്ടതയ്ക്കപ്പുറം ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കാൻ പോകുക. ഈ പ്രതികൂലങ്ങൾക്കപ്പുറം ഞാൻ നിന്നെ വിടുതൽ കാണിക്കാൻ പോവുകയാണ്. നീ ദൈവജനത്തോടു കൂടെ ആമേൻ സ്തോത്രം. നോക്കിയേ, ആമേൻ മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ പോകുന്നു. അവരും കഷ്ടത അനുഭവിക്കുന്നു, മോശയും കഷ്ടത അനുഭവിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, മോശയുടെ ആമേൻ സ്തോത്രം ആ കഷ്ടത, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ ദ ഒപ്രഷൻസ്, ദൈവജനത്തിന് ഒപ്രഷൻ ഉണ്ട്. പക്ഷെ മോശയുടെ ഒപ്രഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ സ്തോത്രം. ഇപ്പം നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു വ്യക്തി പുതുതായിട്ട് വരുന്നു. ആ വ്യക്തി ആ വ്യക്തിയുടെ ആമേൻ സ്തോത്രം, ആ സഹോദരിയുടെ അല്ലെങ്കിൽ ആ സഹോദരന്റെ വിഷയത്തെ നമ്മൾ കേട്ട്, ആ പ്രതികൂലത്തെ നമ്മൾ കേട്ട് അതിന് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രതികൂലവും നമ്മളും അത് നമ്മൾ ഏറ്റെടുക്കുക. സ്തോത്രം, നമ്മളത് ഏറ്റെടുക്കുക. എന്റെ സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ എനിക്ക് അതിനൊരു ഭാരം വരും. പക്ഷെ എന്റെ ഭാരവും ആ സഹോദര ഭാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആ ഭാരം ഏറ്റെടുത്തത് ബൈ ഫെയ്ത്ത്. ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം. നമ്മുടെ മുൻപിലിരിക്കുന്ന ആ വ്യക്തി ആ ഭാരത്തിൽ കൂടി കടന്നു പോകേണ്ടത് പൈശാചിക വിഷയത്തിലാണ്. പക്ഷെ ഞാൻ ആ ഭാരം ഏറ്റെടുത്തത് പൈശാചിക ശക്തിയാലല്ല. ഞാൻ ആ ഭാരത്തെ ചുമക്കുന്നത്, നമ്മൾ തമ്മിൽ ഭാരത്തെ ചുമക്കണമല്ലോ. നമ്മൾ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. നമ്മുടെ മുൻപിലിരിക്കുന്ന വ്യക്തി പൈശാചിക വിഷയത്താൽ ഭാരത്തെ ചുമക്കുമ്പോൾ ഞാൻ ആ സെയിം വിഷയത്തെ വഹിക്കുന്നത് ആമേൻ സ്തോത്രം, ആമേൻ ആത്മാവിന്റെ ശക്തിയോടെയാണ്, ആമേൻ സ്തോത്രം വിശ്വാസത്തോടെയാണ്. ഇന്ന് പകൽ ആമേൻ ഞാനൊരു ദൂത് കൈമാറുക കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ശാന്തന, നമ്മുടെ മുമ്പിൽ ഒരു വിഷയം കൊണ്ടുവരിക. ഒരു സഹോദരനോ സഹോദരിയോ നമ്മളോടൊരു വിഷയം പ്രാർത്ഥിക്കാൻ വരിക. അവൻ അതിൽ വല്ലാതെ കഷ്ടപ്പെടുന്നു. നമ്മൾ എന്താണ് വിശ്വാസത്തോടെ ആമേൻ പാർട്ടേക്കർ, നമ്മളത് ഷെയർ ചെയ്യുന്നു. ആ പ്രശ്നം നമ്മൾ ഷെയർ ചെയ്യുന്നു. നമ്മൾ വിശ്വാസത്തോടെ ഷെയർ ചെയ്യുമ്പോൾ അവനും വിടുതല്, നമുക്കും വിടുതല്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ. അപ്പോൾ ഒന്ന്, ആമേൻ സ്തോത്രം, ദൈവവിളി കേട്ട മോശ എന്ത് ചെയ്തു? ആമേൻ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുകയും തെരഞ്ഞെടുത്തു. അടുത്തത്, ആമേൻ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. സ്തോത്രം. ഒന്ന്, മോശ തെരഞ്ഞെടുത്തു. എന്ത് തെരഞ്ഞെടുത്തു? കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ആ കഷ്ടത്തിൽ കൂടിയാണ് അവൻ നല്ലൊരു ലീഡറായത്. രാമൻ പറഞ്ഞാട്ടെ, ആ കഷ്ടത്തിൽ കൂടിയാണ് ലോകം കണ്ട ഏറ്റവും ശക്തനായ ഒരു ലീഡറായി തീർന്നത്. അടുത്തത് പറയുന്നത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ ആമേൻ സ്തോത്രം. It was by faith that Moses, when he grew up, refused to be treated as the son of Pharaoh's daughter. Oh, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ അടുത്തത് പറയുന്നത്, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടും. അപ്പം ഒരു പ്രതിഫലം കണ്ടു. ഒരാമേ പറഞ്ഞേ. ആമേൻ സ്തോത്രം. അതായത് ഫറവോന്റെ പുത്രിയായി വിളിക്കപ്പെട്ട് ആ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ഒരു ഇതുണ്ട്, എന്താ പറയുന്നേ, ഒരു നന്മയുണ്ട്. സ്തോത്രം. അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട്? ഒരു നന്മയുണ്ട്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു പ്രതിഫലമുണ്ട്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രതിഫലമുണ്ട്. ദൈവജനത്തോടു കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രതിഫലമുണ്ട്. രാമൻ പറയാമോ? ആ പ്രതിഫലമാ പറയുന്നത് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രതിഫലത്തെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുന്നത്, he thought it was better to suffer for the sake of the Messiah than to own the treasures of Egypt, for he was looking ahead to the great reward that God would give him. ഒരാമേ പറഞ്ഞേ. സി, മിസ്രൈമിലെ പ്രതിഫലമല്ലെന്ന് ദൈവം ഇവിടെ മലയാളത്തിൽ പറയുന്നത് പ്രതിഫലം നോക്കിയത് കൊണ്ടെന്നാ. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് the great
reward that God would give him. ചിലതെല്ലാം വേണ്ടാന്ന് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവം നിനക്ക് ഗ്രേറ്റ് റിവാർഡ് വെച്ചിട്ടുണ്ട്, അതിമഹത്തായ പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഒരാലോചന കൈമാറുക കേട്ടോ. സ്തോത്രം. അല്ലെ, ആത്മാവ് ഞാൻ ആലോചന കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കാം. ചിലർക്കുണ്ടല്ലോ ചില വീട്ടു പേര്, ചില സ്ഥാനപ്പേര്, ഇന്ന ജോലി ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന ചർച്ചില്. ചിലർക്ക് വലിയ ബഹുമാനമുള്ള വിഷയമാണ്. ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞാൻ ഇന്ന ചർച്ചിൽ പോകുന്നു. ഏത് ചർച്ചിലെ പാസ്റ്റർ? ഞാൻ ഇന്ന ചർച്ചിലെ പാസ്റ്റർ. സോ ചില ചർച്ചുകളുടെ പേര് വെച്ച് പോയി കഴിഞ്ഞാൽ ഡിമാൻഡുണ്ട്. ഞാനത് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഞാൻ വിദേശത്ത് കർത്താവിനെ 2-3 പ്രാവശ്യം 4 തവണ എന്നെ വിട്ടു. സ്തോത്രം. 1-ാം തവണ പോയപ്പോ ചോദിച്ചത്, ഇന്ന ചർച്ചിലെ പാസ്റ്ററാണോ? അയ്യോ, ഞാൻ പറഞ്ഞ അല്ലേ. അയ്യോ, ഇന്ന ചർച്ചിലെ പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞ അയ്യോ അല്ലേ, ഞാൻ ഇന്ന ചർച്ചിലെ. അതേതാ? സ്തോത്രം. അപ്പൊ ചിലർ ഈ ശുശ്രൂഷയ്ക്ക് മാർക്ക് ഇടുന്നത് സഭയുടെ പേര് വെച്ച, ഇന്ന സഭയുടെ ആളാണെങ്കിൽ. സ്തോത്രം. ഒരു പ്രാവശ്യം ഞാൻ മീറ്റിങ്ങിന് പോയപ്പം എങ്ങനാ വന്നേ? ഞാനൊരു 2 വീലറിലാണ് വന്നേ. പുള്ളിക്കാരൻ നോക്കിയത് ഞാൻ ബെൻസിലാണോ ഹൂണ്ടായിലാണോ വന്നേന്നാ. പിന്നെ വന്നിറങ്ങുന്ന വണ്ടിക്ക് അനുസരിച്ചിരിക്കും പ്രതിഫലം. സ്തോത്രം. ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേ. അതൊന്നും ഗ്രസിമ്മേ, ഉള്ള കാര്യമാണ് പറയുന്നേ. ബുള്ളറ്റല്ല പോകുന്നെങ്കിൽ അതിനനുസരിച്ച്, കാറിലാ പോകുന്നെങ്കിൽ അതിനനുസരിച്ച്, ബസ്സിലാ വന്നെങ്കിൽ. ഞാൻ ഒരിക്കല് അതും ഇത് പറയത്തില്ല. എന്നോട് ചോദിച്ചു, ആ പാസ്റ്റർ എങ്ങനെയാ വന്നേ? ഞാൻ പറഞ്ഞു ബസ്സിലാ വന്നേ. എന്നാ ഇത്രയും കൊടുത്താൽ മതി. ലോകം പ്രതിഫലം കൊടുക്കുന്നത് ബസ്സേ വന്നെങ്കിൽ 1000, കാറിലാ വന്നെങ്കിൽ 5000. ഇനി ഫ്ലൈറ്റിലാ പോയെങ്കിൽ, ഞാനിപ്പോ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യയിൽ അങ്ങ് വരിക, ശുശ്രൂഷയ്ക്ക് വരിക, നിങ്ങൾ ചിന്തിക്കുക. അല്ല, ഞാൻ കാനഡയ്ക്ക് പോവുക. അപ്പൊ എങ്ങനെയാ വന്ന? ഫ്ലൈറ്റിലാ വന്നേ. അപ്പൊ അവരുടെ കാൽക്കുലേഷൻ ഫ്ലൈറ്റിന് ഇത്രയായിരുന്നു. അങ്ങ് കൊടുത്തേക്കാം ഒരു $2,00,000. ലോകത്തിന്റെ പ്രതിഫലം ഇങ്ങനെ കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, മണിക്കൂർ അനുസരിച്ചാ. പക്ഷെ എന്റെ ദൈവം പ്രതിഫലം തരുന്നത് അതായത് ഇവിടുത്തെ പ്രതിഫലം എങ്ങനെ? പോഷ് അനുസരിച്ചാ. പിന്നെ നമ്മുടെ ഡ്രസ്സ് നോക്കും, എല്ലാം നോക്കും. ഏത് കണ്ണാടിയാ വെച്ചേക്കുന്നത്, എല്ലാം നോക്കിയാ ഇവിടുത്തെ പ്രതിഫലം. പക്ഷെ കർത്താവിന്റെ പ്രതിഫലം വന്ന വണ്ടിയുടെ നമ്പർ വെച്ചല്ല കർത്താവിന്റെ പ്രതിഫലം. സ്തോത്രം. നോക്കിക്കേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. ചിലത് നിരസിക്കുമ്പോൾ, ആമേൻ പറഞ്ഞേ, അവിടെ ഒരു വാക്കുണ്ട്. ആമേൻ. സ്തോത്രം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഇന്ന് എത്ര പേര് ഇതിന്റെ കൂടെ ഉണ്ട്? വചനത്തോട് കൂടെ ഉണ്ട്. ചിലതെല്ലാം നിരസിക്കാൻ പറ്റുമോ? സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ റെഫ്യൂസ് ചെയ്യാമോ? ലോകം വെച്ച് നീട്ടും ചില സ്ഥാനങ്ങൾ. എനിക്കത് വേണ്ടാന്നേ. എനിക്ക് ദൈവവചനത്തോടെ കഷ്ടം അനുഭവിക്കുന്ന എനിക്ക് ഇഷ്ടമെന്നേ. സ്തോത്രം. പല രീതിയിൽ ദൈവവചനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കാം. ഒറീസയിൽ പോയി കഷ്ടം അനുഭവിക്കുന്ന ദൈവാസന്മാരുടെ കൂടെ ചെന്ന് കഷ്ടം അനുഭവിച്ച് ദൈവവേല ചെയ്യാം. ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ ആഫ്രിക്കയിൽ പറയും, ഇവിടെ വന്ന് ഇവിടുത്തെ കഷ്ടത കാണും, ഞങ്ങളുടെ കൂടെ നിൽക്കുക, എന്നാലേ ദൈവവേല എന്തെന്ന് അറിയത്തുള്ളൂ. ശരിയാ. ഇനി നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് വേണ്ടി ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി എന്താ പറയുന്ന ആഹാരം വെടിഞ്ഞ് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒന്നുകൂടി ഞാൻ പറയുന്നത്, ചില നല്ല ആഹാരങ്ങൾ റെഫ്യൂസ് ചെയ്യും. സ്തോത്രം. ശക്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന ആമിസ്വത ഭക്തന്മാർക്ക് വേണ്ടി നിന്റെ നല്ല സ്വാദു ഭോജ്യങ്ങളെ റെഫ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ മറ്റ് നമ്മൾ യൂട്യൂബിൽ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ദൈവസ്ഥാനിൽ ചെലവഴിക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് രസം തരുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മളെ കംഫർട്ട് ആക്കുന്ന എല്ലാം നിരസിച്ചു. സ്തോത്രം.
ഹല്ലേലൂയ. ചൂടലബലബലക ശംഖന. ഇന്ന് പകൽ ദൈവാത്മാ ശക്തമായി പറയുക, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയൊന്ന് റിഫ്യൂസ് ചെയ്യാമോ? ചൂടബല എന്തെല്ലാം നിനക്ക് നിരസിക്കാൻ പറ്റുമോ? എനിക്ക് ദൈവജനത്തിനോട് അനുഭവിക്കുന്ന ഇഷ്ടം, അവരുടെ കണ്ണുനീര് എന്റെ കണ്ണുനീരായിട്ട് കാണുന്നയാ എനിക്ക് ഇഷ്ടം, അവരുടെ ക്ലേശങ്ങളെ എന്റെ ക്ലേശമായി കാണുന്നയാ എനിക്ക് ഇഷ്ടം. സ്തോത്രം. വെറുതെ അല്ല. ആമി മോശ പറയുകയാണ്, പ്രതിഫലം നോക്കിയത് കൊണ്ട്. ആമി സ്തോത്രം. ഇത് ആമി സ്തോത്രം, ഇതൊരു റിവാർഡ് ഇല്ലാത്ത പണിയല്ല. ആമി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കഷ്ടത അനുഭവിക്കുന്ന ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് റിവാർഡ് ഇല്ലാത്തതല്ല. ഇത് ആമേൻ സ്തോത്രം. ഇത് കൂലിയില്ലാത്തൊരു പണിയല്ല. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ശക്തമായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യങ്ങളുടെ സുവിശേഷീകരണത്തിന് വേണ്ടി ശരീരം കൊണ്ട് ഞെരുങ്ങിയിട്ടുണ്ടോ? മനസ്സുകൊണ്ട് ഞെരുങ്ങിയിട്ടുണ്ടോ? ആത്മാവിൽ കഷ്ടത അനുഭവിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്റെ യേശു നിനക്ക് പ്രതിഫലം തരും. അപ്പൊ ഞാൻ ഇതാ എന്ന് പറഞ്ഞ മോശ, ഒന്ന് തെരഞ്ഞെടുത്തു, രണ്ട് ചിലതെല്ലാം നിരസിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ അടുത്തത് ആമേൻ സ്തോത്രം. നോക്കിക്കേ, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നോക്കിക്കേ, ആമേൻ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. സ്തോത്രം. അപ്പൊ ഒന്നാം ആമേൻ സ്തോത്രം തെരഞ്ഞെടുപ്പ്, രണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിരസിക്കുക, ആമേൻ അടുത്തത് എണ്ണുക. സ്തോത്രം ഹല്ലേലൂയ. ഇതൊക്കെ എനിക്ക് ചിട്ടയായിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്ന പോലെ ഞാൻ പറയുകയാണ്. ഒന്നുകൂടി പറയുന്നത്, ആമേൻ അടിയനീത എന്ന് പറയുന്ന മോശയുടെ ജീവിതത്തിൽ ഒന്ന്, അവൻ ചിലത് നല്ലത് തെരഞ്ഞെടുത്തു. ആമേൻ സ്തോത്രം. മാറ്റിവെക്കേണ്ടതല്ല മാറ്റിവെച്ചു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അടുത്തത് എന്ത് ചെയ്തു? ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായി എണ്ണി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. He thought it was better to suffer to the sake of the world. ഒരു ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലത് നല്ലതാണെന്ന്, ക്രിസ്തുവിന് വേണ്ടി നിന്ദിക്കപ്പെടുന്നത് നല്ലതാണെന്ന്, ദൈവനാമത്തിന് വേണ്ടി നിന്ദിക്കപ്പെടുന്നത് നല്ലതാണെന്ന്, ദൈവനാമത്തിന് വേണ്ടി ഒരു പഴി കേട്ടാൽ അത് നല്ലതാണെന്ന് പ്രൈസ് ദി ലോർഡ് എണ്ണി. സ്തോത്രം. അടുത്തത് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ. ഒരാമൻ അടുത്ത് നിന്നു, ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നത്, ആ ഒരു വാക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അതിനെ കുറിച്ച് പറയുന്നത്, മോസസ് kept right on going because he kept his eyes on the one who is invisible. സ്തോത്രം. മലയാളത്തിൽ പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. ഇംഗ്ലീഷ് പറയുന്ന നോക്കിക്കേ, he kept his eyes on the one who is invisible. See, ഈ മോശയുടെ മുൻപിൽ ദൈവം ആരാണ്? ഇൻവിസിബിൾ ആണ്, അദൃശ്യ ദൈവമാണ്. പക്ഷെ പറയുന്നത് he kept his eyes. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിപ്പോ യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. കണ്ടു എന്ന് അവകാശപ്പെടുന്നവരുണ്ട്, അവരെയോർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടോ ചോദിച്ചോ? ദൈവം വിളിച്ചോ എന്ന് ചോദിച്ചാൽ വിളിച്ചിട്ടുണ്ട്. ദൈവത്തെ പ്രസൻസ് കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്റെ റൂമിൽ ഒരു വെളിച്ചം വന്നു, അങ്ങനെ പറയാൻ പലർക്കും പറ്റും. പക്ഷേ ദൈവം സംസാരിക്കും, ദൈവം നമ്മളെ തൊടും, ദൈവത്തിന്റെ പ്രസൻസ് വിവിധ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് ഉണ്ടാവും. പക്ഷെ ദൈവം ഇപ്പോഴും നമുക്ക് ആരാ? ഇൻവിസിബിളാ. പക്ഷെ ഒരു കാര്യമുണ്ട്, he kept his eyes on the one. ദൈവം ഇവിടെ അദൃശ്യനാണെങ്കിലും എന്താ പറയുന്നത്? വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ആമേൻ സ്തോത്രം. എങ്ങനെയൊക്കെയാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുക. ദൈവം ഉണ്ടെന്നുള്ള വിഷയത്തിൽ ഉറച്ചു നിൽക്കുക. ചില വിഷയത്തിൽ ദൈവം അങ്ങോട്ട് നേരിട്ട് വന്നില്ലെങ്കിലും, ചില വിഷയത്തിൽ ദൈവം
നേരിട്ടങ്ങോട്ട് ഇടപെട്ടില്ലെങ്കിലും, ചില വിഷയങ്ങൾ ദൈവം പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിലും, സ്തോത്രം, kept his eyes, ഹല്ലേലൂയ, ദൈവം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. കണ്ടോ, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്നേ, എന്നെ വിളിച്ചത് ദൈവം തന്നെയാണെന്നേ. എനിക്ക് എന്റെ തോന്നലല്ലെന്നേ, അല്ലെങ്കിൽ എന്റെ ഒരു സ്വപ്നമല്ല. ദൈവം തന്നെ എന്നെ വിളിച്ചത്, ദൈവം തന്നെ എന്നെ വിളിച്ചിറക്കിയത്, ദൈവം തന്നെ എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്, ദൈവം തന്നെ എന്നെ ആരാധനയ്ക്ക് കൊണ്ടുവന്നത്. ദൈവം പറഞ്ഞിട്ട് തന്നെ ഞാൻ കർമ്മയിൽ തുടങ്ങിയത്. ദൈവം പറഞ്ഞിട്ട ഞാൻ ജോലിക്ക് പോയത്, ദൈവം പറഞ്ഞിട്ട ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്തത്, ദൈവം പറഞ്ഞിട്ട ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ജാഗരിക്കുന്നത്, ദൈവം പറഞ്ഞിട്ട ഞാൻ ആ രാജ്യത്ത് പോയത്, ദൈവം പറഞ്ഞിട്ട ഞാൻ ആ ജോലി വിട്ടത്. ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം. പറയുന്നത് ഉറച്ചു നിൽക്കുകയാൽ. നാലാമത്തെ കാര്യം, അവൻ ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് പറയുന്നത്, രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. Praise the Lord. Hallelujah. സ്തോത്രം. ഇങ്ങനെ പറയുന്നത്, it was by faith that Moses left the land of Egypt. He was not afraid of the king. നമ്മൾ ഈ വിഷയം നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചാലേ ഇതിന്റെ കാര്യം മനസ്സിലാവത്തുള്ളൂ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 14 ലാസ്റ്റ് എന്ന് വായിച്ചേ. പുറപ്പാട് 2:14 മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു. മതി. അടുത്ത വായിച്ചേ. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ മോശ കാര്യം പ്രസമായല്ലോ എന്ന് പേടിച്ച മോശയല്ലേ കാണുന്നത്? പേടിച്ച മോശയല്ലേ കണ്ടേ? ആണോ? രാജാവിന്റെ കോപമുണ്ട്, അത് നമ്മൾ രണ്ടിടത്തും കാണുന്നുണ്ട്. മോശ ഈ കാര്യം ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. കോപിക്കുന്ന ഫറവോനെ കാണാൻ പറ്റുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പേടിച്ച മോശയാ കാണുന്നത്. പക്ഷെ വിളി കേട്ട ഞാനിതാ എന്ന് പറഞ്ഞ മോശയുടെ കാര്യം നോക്കിക്കേ, എന്താ പറയുന്നത്? രാജാവിന്റെ കോപം ഭയപ്പെടാതെ. ഒരാമേൻ പറഞ്ഞേ. ദൈവവിളി കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിഷ. ഞാൻ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും കർത്താവിനെ ഉണർത്തി, ദൈവമേ ഒന്ന് വ്യത്യസ്തമായി, ഇതൊരു സ്റ്റഡി ആണെങ്കിലും ഒന്ന് വ്യത്യസ്തമായി സംസാരിപ്പിക്കണമെന്ന് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക, ഇന്നലെ നീ ഭയപ്പെടുന്നതിനെ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഭയപ്പെടാതെ. ഇന്നലെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഭയപ്പെട്ട മോശയെ കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ദൈവവിളി കേട്ട അടിയനിതാ ഞാനിതാ എന്ന് പറഞ്ഞ മോശയുടെ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കിക്കേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു. മിസ്രയീം വിട്ടു പോകുന്നതേ പേടിച്ചിട്ടല്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. രാജാവിനെ പേടിച്ചിട്ടല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്നലെ നീ ഭയപ്പെട്ടവരെ നീ ഭയപ്പെടണ്ടെന്ന്, ഇന്നലെ നിന്നെ പേടിച്ചവരെ പേടിക്കണ്ട. കേട്ടോ, ഞാൻ ഇതാ എന്ന് പറഞ്ഞ നിസ്സാര സമർപ്പണമല്ല ഇത്. രണ്ടുപേരോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒന്ന് അപ്പർ റൂം പ്രയർ, 2 സാറാമചാണ്ടി. ഈ രണ്ടുപേരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലെ ഭയപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകാം, ഇന്നലെ ഭയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ട്. ആമേ. ഫറവോൻ ചിലതൊക്കെ കേട്ടിട്ട് ആമേ കോപിച്ചു. അതാ രജാ രഗ ശഭ. എന്നാൽ ആമീൻ അടിയൻ ഇതാ എന്ന ഒറ്റ വാക്കിന് മുമ്പിൽ അവിടെ പറയുന്നത് ബൈ ഫെയ്ത്ത്. ഇന്ന് പകൽക്കാലം ഈ 2 ആമീസ് ഡിവൈസിനെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ആമീൻ. ഇന്നലെ ഭയപ്പെടുത്തിയത് നിന്നെ ഇനി ഭയപ്പെടുത്തത്തില്ല. ഇന്നലെ നിന്നെ നിരാശപ്പെടുത്തിയത് ഇനി നിന്നെ നിരാശപ്പെടുത്തത്തില്ല. ഈ രണ്ട് ആമീസ്തോത്രം പ്ലാറ്റ്ഫോമിനോട് പറയുകയാണ്. അപ്പർ റൂം പ്രയർ ആൻഡ് സാറാ മച്ചാടി. ആരൊക്കെയാണോ ഇത് വീക്ഷിക്കുന്നത് അവരോട് പറയുന്നു, ഇന്നലെ നിന്നെ ഭയപ്പെടുത്തിയ അടുക്കൽ അവരെ ഭയപ്പെടുത്തി
ഭയപ്പെടുത്തുക. ദൈവം നിന്നെ പ്രത്യേകിച്ച് അപ്പർ റൂം പ്രയറിനോട് വാരിയസിനോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇന്നലെ നിന്നെ ഭയപ്പെടുത്തിയത്, ഇന്നലെ നിനക്ക് ഭീഷണിയായി നിന്നതിന്റെ അടുക്കൽ ഒരു ഭീഷണിയായിട്ട്, ഒരു ഭയമായിട്ട് ദൈവം നിന്നെ അയക്കാൻ പോകുക. ആ മുന്നോട്ട് ഫറവോൻ ഇന്നലെ മോശയ്ക്ക് ഒരു ഭീഷണിയായിരുന്നു. എന്നാൽ ഇന്ന് മോശ അതേ ഫറവോൻ ആരാധിക്കുകയാണ്. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. അപ്പർ റൂം പ്രയറിലേക്ക് ഈ സമയം ഒരു വലിയൊരു ഇമ്പാർട്ടേഷൻ, ഈ ദൂതിന്റെ ഒരു വലിയ വ്യാപാര ശക്തി, ഈ ഇന്ന് ഫറവോൻ മോശയെ ഭയപ്പെടുകയാണ്. ഇന്ന് ഫറവോനും കൊട്ടാരവും മോശയുടെ വാക്കുകളെ ഭയപ്പെടുകയാണ്. മോശയിൽ കൂടി നടക്കുന്ന വീര്യപ്രവൃത്തികളെ ഭയപ്പെടുകയാണ്. നമുക്ക് മടങ്ങി വരാം. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്തത്, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ, അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. ഇതിനു മുൻപ് എങ്ങനായിരുന്നു? സ്തോത്രം. ദൈവവിളി കേൾക്കുന്നതിന് മുൻപ് എങ്ങനായിരുന്നു? സ്തോത്രം. ദൈവജനത്തെ മിസ്രയീം തൊടാതിരിപ്പാൻ കായിക ബലം ഉപയോഗിച്ചവൻ സ്തോത്രം ഞാൻ ഇതാ എന്ന് പറഞ്ഞ് ദൈവവിളിക്ക് മുൻപാകെ സമർപ്പിച്ച് തിരികെ മിസ്രയീമിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. It was by faith that Moses commanded the people of Israel to keep the Passover. Amen. Stotram. Hallelujah. Amen. Stotram. Amen. Stotram. ദൈവജനത്തെ രക്ഷിപ്പാൻ Stotram. കോംപ്രമൈസ് ചെയ്തവൻ പറയുന്ന കമാൻഡ് ചെയ്തു. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവത്തിന് മുൻപിൽ here I am ഹെനാനി, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ എന്ന് പറഞ്ഞ് ആമേൻ ഹിനേനി എന്ന് പറഞ്ഞു നാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഇന്നലെ നമ്മൾ കെഞ്ചിയവർ ഇന്ന് പറയാണ്, നിങ്ങൾ ആചരിക്കണം, നിങ്ങളത് ആചരിക്കണം. ഒരു കമാൻഡിങ് പവർ ആയിട്ട് ദൈവം മോശയെ അയക്കുകയാണ്. അടുത്തത് പറയുന്നത് ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ആ ടോപ്പിക്ക് അവിടെ നിൽക്കുകയാണ്. അപ്പം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവവിളി കേൾക്കുന്നതിന് മുമ്പ് പതറിയവനായിരുന്നു. ഹല്ലേലൂയ. എന്നെ അങ്ങോട്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല, മറ്റാരെങ്കിലും അയക്കണം, ഞാൻ ആമേൻ അതിലേക്ക് പോകുന്നില്ല, എനിക്ക് എന്റെ നാവിന് പ്രശ്നമുണ്ട്, അവരെന്നെ സ്വീകരിക്കത്തില്ല, അവരെന്നെ തള്ളി പറയും. ഞാൻ പുറപ്പാട് 3:11 ആമേൻ സ്തോത്രം ഞാൻ എന്തുമാത്രമുള്ളൂ. പുറപ്പാട് 3:13 അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയും? ഇങ്ങനെ 3 കാര്യങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മോശ പറയുന്നുണ്ട്. എനിക്ക് എന്റെ നാവ് തടിച്ച നാവാണ്. എക്സ്ക്യൂസ് പറഞ്ഞ മോശ അടിനിത എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ 4 കൂട്ടം ക്യാരക്ടേഴ്സിന് വിധേയപ്പെട്ടോ അവൻ തന്റെ ജനത്തിന്റെ ഉദ്ധാരകനായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് ദൈവാലോചനയോട് കൂടെയുണ്ട്? നമുക്ക് എത്ര പഠിപ്പുണ്ടെങ്കിലും നമ്മളെല്ലാം ഇനി എത്ര ഓൺലൈനിൽ കൂടി ദൈവവചനം പഠിച്ചാലും ഏതെല്ലാം ബൈബിൾ കോളേജിൽ പഠിച്ചാലും ലോകപരമായ എന്തെല്ലാം പഠിപ്പും വിജ്ഞാനം ഉണ്ടെങ്കിലും ചില വിഷയങ്ങൾ നമ്മൾ ബലഹീനരായി പോകും. ദൈവം നമ്മൾ ചില വിഷയങ്ങൾ കൂടി ഒരുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ എന്നെ കൊണ്ട് ഇതിന് കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം മോശ ആമേൻ ഈ പറ്റത്തില്ല നമുക്ക് പറയുന്നതിന് മുൻപ് ഒരു കാര്യം സംഭവിച്ചു. അടിയനിതാ, ഹിയർ ഐ ആം. ഈ ഒരു പഠന പരമ്പര ആരംഭിച്ചപ്പോൾ നമ്മളെല്ലാം ചേർന്നൊരു വാക്ക് പറഞ്ഞു, ഹിയർ ഐ ആം, ഞാനിതാ. അതിനുശേഷം നടക്കുന്ന വിഷയങ്ങളാണ് ഓരോ ബൈബിൾ ആമേൻ സ്തോത്രം വ്യക്തികളിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് കർത്താവ് 5 കൂട്ടം കാര്യം നിങ്ങളെ പഠിപ്പിച്ചു. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കൂടാതെ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തിത്വത്തെ കൂടി പെട്ടെന്ന് പരിചയപ്പെടാം. സ്തോത്രം ഹല്ലേലൂയ. ശമൂവേൽ. പിന്നീട് ആവർത്തിക്കാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതും പിന്നീട് പഠിക്കാനുള്ളതാണെങ്കിലും പെട്ടെന്ന് ശമൂവേലിനെ കുറിച്ചൊരു കാര്യം പറയാം. ദൈവ വിളിയുടെ മുൻപിൽ അടിയനിതാ എന്ന് പറഞ്ഞ ശമൂവേൽ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരേ സമയം അവൻ പ്രവാചകനായിരുന്നു, ന്യായാധിപനായിരുന്നു, അവൻ പുരോഹിതനായിരുന്നു. 3 ഓഫീസ്
അവൻ കൈകാര്യം ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് പറയാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. സ്തോത്രം. 3 ഓഫീസ് ശമൂവേൽ കൈകാര്യം ചെയ്തു. 1, അവൻ പ്രവാചകനായിരുന്നു. 2, അവൻ ന്യായപാലകനായിരുന്നു. 3, അവൻ പുരോഹിതനായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ ശബ്ദം കേട്ട് വെറുതെ സ്തോത്രം ഒരു സ്ഥാനവും മാനവും ഇല്ലാതെ ദൈവം തള്ളിക്കളയത്തില്ല കേട്ടോ. ദൈവമേ ഞാൻ ഇതാ എന്ന് പറയുമ്പോൾ സ്ഥാനങ്ങളും മാനങ്ങളും നൽകുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. സൂസമ്മ ആന്റി UA എന്ന സ്തോത്രം ഡിവൈസിൽ കൂടി, സൂസമ്മ UA എന്ന ഡിവൈസിൽ കൂടി കേൾക്കുന്ന പ്രിയ ആന്റിയോട് ദൈവത്തെ ആത്മാവ് പറയുക, ഞാൻ ഇതാ എന്ന് പറയുമ്പോൾ സ്ഥാനമാനങ്ങളെ നൽകുന്ന ദൈവം ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മോശേ, നീ കഴിവില്ലാത്തവനായിരുന്നു, നീ പ്രാപ്തനല്ല, നീ കഴിവുള്ളവനായിരുന്നു, പക്ഷെ നീ പ്രാപ്തനായില്ല. നിന്നെ പ്രാപ്തനാക്കുവാൻ നിന്നെ വിളിക്കുന്ന ദൈവം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം കഴിവുണ്ട്. പ്രാർത്ഥിപ്പാൻ കഴിവുണ്ട്, ഉപവസിപ്പാൻ കഴിവുണ്ട്, സുവിശേഷം പറയുവാൻ കഴിവുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് അപാരമായ ധൈര്യമുണ്ട്. പക്ഷെ ഇതുവരെ പ്രാപ്തരായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു പ്രാപ്തിയാക്കുവാൻ. ഇന്ന് രാത്രിയിൽ ഇത് ഒരു ബൈബിൾ പഠനമായി മാത്രം ഒതുക്കി നിർത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നെ സൗഖ്യമാക്കണമേ. യേശു എന്നെ തൊട്ട് എന്റെ ആവശ്യങ്ങളെ നിറവേറ്റണമേ. എന്റെ നിലവിളി കേട്ട് എന്നെ രക്ഷിക്കണമേ. സ്തോത്രം. സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം ദൈവമേ നീ എനിക്ക് നൽകിയിരിക്കുന്നു. ചൂടാലാപാലാപാല മറ്റാർക്കും ലഭിക്കാത്ത, അവർക്ക് സന്തോഷം ഇല്ലെന്നല്ല, അവർക്ക് സന്തോഷമുണ്ട്, പക്ഷെ അവർക്കുള്ളതിനേക്കാൾ അധികം സന്തോഷം ദൈവമേ നീ എനിക്ക് നൽകിയിരിക്കുന്നു, ഞാനെന്ന് പ്രാപിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സമാധാനം ആവശ്യമുണ്ട്? ഇന്ന് രാത്രി എത്ര പേര് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്? യേശു പറയുന്നു, ഇന്ന് രാത്രി ദൈവം നിനക്ക് മറുപടി നൽകുന്ന രാത്രിയാണ്. റീതൽ ഘടകരകതരാധവ ഉലാശമനകതരാധിയം റീവൽ കൗഡപരംധന വൈഡബലത്ഥല വൈഷമനന്ധം അർത്ഥിവലച്ചല വൈഷമനന്ധന ഭർത്തല ഭർത്തല വൈഡബലാധ അതുലച്ചാര വൈഡബലാധ ശംധന വൈഡബലത്തുലബാധ അകലച്ചാര വൈഡബലക്ഷ ഹംധന വൈഡ റീവൽ കവന അബലേതാലേ വൈഷബലം ദാ ധൂബലവച്ച ഹംധന ഭട്ടല ഭർത്തലപക്ഷം മാനകതേര ഭൗഡബലക്ഷ ധൂബലവത്ത ഭൗഡകലക്ഷ അർക്കാലച്ച ധൂടാതാല ലാൻസീറോയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ലക്ഷറി എയർപ്ലെയിനും ഉണ്ട്, വാർ പ്ലെയിനും ഉണ്ട്. ലാൻസീറോയ് കേൾക്കുക. യാത്രാ വിമാനവും ഉണ്ട്, യുദ്ധവിമാനവും ഉണ്ട്. യാത്രാ വിമാനത്തിൽ ടെൻഷനൊന്നുമില്ല. യാത്രാ വിമാനത്തിൽ ആഹാരമുണ്ട്. സ്തോത്രം. AC ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സ്തോത്രം. വിശക്കുമ്പോൾ ആഹാരവും, ദാഹിക്കുമ്പോൾ ജ്യൂസും എല്ലാം വരും. പക്ഷെ യുദ്ധവിമാനത്തിൽ അവിടെ എയർ ഹോസ്റ്റസ് ഇല്ല. ഒന്നേ ഉള്ളൂ, ലക്ഷ്യത്തിൽ കൊണ്ടുവന്ന് ബോംബ് നിക്ഷേപിച്ചാൽ, ആയുധം നിക്ഷേപിച്ച് ശത്രുവിന്റെ പാളയത്തെ നശിപ്പിച്ചിട്ട് കൃതാർത്ഥനായി മടങ്ങി വരുന്ന ഒരു പോരാളി മാത്രമേ യുദ്ധവിമാനത്തിലുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ചില ലക്ഷ്യങ്ങളെ തകർത്ത്, ശത്രുവിന്റെ പാളയത്തെ തകർത്ത്, ശത്രുവിന്റെ പാളയത്തെ തീയിട്ട് നശിപ്പിച്ചിട്ട് മടങ്ങി വരുന്ന, ജയാളിയായി മടങ്ങി വരുന്ന അവരെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം, ഒരു പകർച്ച ഇന്ന് പകൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. പാസഞ്ചർ ഫ്ലൈറ്റിൽ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇന്ന സൗകര്യങ്ങൾ കിട്ടിയെന്ന് പറയും. പക്ഷേ യുദ്ധവിമാനത്തിൽ പോയിട്ട് മടങ്ങി വരുന്നതുകൊണ്ട് പറയുന്നത്, ഞാൻ ജയിച്ചു മടങ്ങി വന്നു. നിശ്ചയമായിട്ടും അവന്റെ പ്രതിഫലമുണ്ട്. നിശ്ചയമായി അവന് പ്രതിഫലമുണ്ട്. ഈ ദിവസങ്ങളിൽ ചില താൽക്കാലിക സുഖങ്ങളെ
മാറ്റിയിട്ട് ജയത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റുന്നു ദൈവത്തിന്റെ ആത്മാവ്. അവൻ പെട്ടെന്ന് തന്നെ അവൻ യുദ്ധവിമാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആമി സ്തോത്രം. പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഹൈ സ്പീഡാണ്, പെട്ടെന്നാണ് മടങ്ങിയ വരവ്. അതുലഘടകദസിഹ ആമിതമിന്റെ ഹബേൽ ചിലതിനെ തകർക്കുവാൻ, ചിലതിനെ ഇടിച്ചു കളയുവാൻ ഞാൻ നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ലാൻഡ് സീറോ എന്ന മീഡിയയോട് സംസാരിക്കുന്നു. വീണ്ടും അപ്പർ റൂം പ്രേയറിനോട് പരിശുദ്ധാത്മാ പറയുന്നത് ചില പ്രതിഫലമുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന ചില പ്രതിഫലമുണ്ട്. ആമൻ ദൈവജനത്തോട് ചേർന്ന് നിന്ന സഹിച്ചത് തെരഞ്ഞെടുത്തത് കൊണ്ട്, ചിലതിനോട് ആമൻ ചില കഷ്ടപ്പെടുന്നവരോട് കൈ കൊടുത്തത് കൊണ്ട്, ചില കഷ്ടപ്പെടുന്നവരോട് തോള് ചേർന്ന് നിന്നത് കൊണ്ട് ചില വലിയ പ്രതിഫലമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. അർത്ഥാല ദിവസങ്ങളിൽ പ്രാപിക്കാൻ പോവുകയാണ്, അതാ ദിവസങ്ങൾ തരാൻ പോവുകയാണ്. അജഘടകഥനാദികൾ ഉദയ നക്ഷത്രം ഉദിക്കുന്നത് പോലൊരു അനുഭവം ആമേസോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. മഞ്ചലേ ദിവൽഘടതല വെലാത്വിരാദിയാജുരാധരച്ചരാധ വൈഡബല ഹബിലഘടകജരാജകസിയാധരാജ രൂഢബാല ബൗഷാമാന ഹംദാരാജ ഷേർലി എന്നുള്ള ആമി ഡിവൈസിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. യേശു നൈൻ എന്ന പട്ടണത്തിൽ കടന്നു വരുന്നു. ആമി സ്തോത്രം. മഞ്ചത്തേൽ തൊട്ടു, മഞ്ചം ചുമക്കുന്നവർ നിന്നു. മഞ്ചത്തേൽ കടന്ന ജീവനറ്റതിനെ കർത്താവ് പിടിച്ചെഴുന്നേൽക്കും. കർത്താവ് തൊട്ടാൽ ചിലതെല്ലാം നിൽക്കും. കർത്താവിനെ കണ്ടാൽ ചിലരെല്ലാം നിൽക്കും. അർത്ഥാരാജ ചൂടാപാല ഇത് സുന്ദര ഭവനത്തിൽ കർത്താവിന്റെ ആമേധുര പ്രസൻസ്, യേശുവിന്റെ സാന്നിധ്യം ആബാലാധാരാജ ശക്തമായി വെളിപ്പെടാൻ പോവുകയാ. അർത്ഥരാജി ബാലബാല ബക്ഷരാധിപൗഢ പ്രയോജനമില്ലാത്തതിനെ, ഉപകാരപ്പെടത്തില്ലെന്ന് കരുതിയതിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇനി ഇതുകൊണ്ടൊരു പ്രയോജനമില്ല പറഞ്ഞു അതിനെ കുഴിയിൽ തള്ളുവാൻ പോകുമ്പോൾ ദൈവാത്മാവ് പിടിച്ചു നിർത്തുകയാ. അർത്ഥാലാജാധാരാധാല ശംധാനസിയ ഇനിയും ഉപകാരപ്പെടത്തലെന്ന് പറയുന്നതിനെ കർത്താവ് നിനക്ക് ഉപയോഗമാക്കി തരാൻ പോവുകയാണ്. എഴുന്നേൽക്കത്തില്ലെന്ന് ചിന്തിച്ചതിനെ എന്റെ യേശു എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ജീവൻ വെക്കത്തില്ലെന്ന വലിയ വിഷയങ്ങളെ കർത്താവ് ജീവിപ്പിക്കാൻ പോകുന്നു. ജീവനോടെ വ്യാപരിക്കുന്നു. മാമനാമരാധരാജരാജരാജം അഖില ജഗട മനക ശംധനഘടകസ്യ വൃദ്ധരഘട മനിയാജുലത്വരാജകസ്യ അർത്ഥനഹ എന്നെ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ പൊട്ടിക്കിളിർക്കുന്നത്. അതല്ല ഘടകസ്യ അന്ധന ചില നന്മകൾ പൊട്ടിക്കിളർക്കുന്നത്, ചില നന്മകൾ ഹമെ തളരിടുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. വേരുറക്കത്തിലെന്ന കാര്യം ചിന്തിച്ചതിനെ ദൈവത്തിന്റെ ആത്മാവ് വേരുറപ്പിക്കാൻ പോകുന്നു. ഞാൻ ഇങ്ങനെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് കർത്താവിനെ വീണ്ടും പറയാം. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ, തന്റെ നിയോഗം നമ്മളെ ഏൽപ്പിക്കുവാൻ വിളിക്കുമ്പോൾ, തന്റെ ആഗ്രഹങ്ങൾക്കായി ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ഹിയർ ഐ ആം ഹിനേനി എന്ന് പറഞ്ഞ്, അടിയനിതാ എന്ന് പറഞ്ഞ്, ഞാനിതാ എന്ന് പറഞ്ഞ് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്നതായ സ്വഭാവ സവിശേഷതകൾ പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അടരാടാം. ഗോഡ് ബ്ലസ് യു. ആമീൻ ആമീൻ. ഇത്രത്തോളം സമയം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ, ആലോചനകൾ ഒക്കെ നടത്തിയ പാസ്റ്ററെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. പാസ്റ്റർ, ഞാൻ ഒരു വാക്ക് പറയട്ടെ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിന് തലേ ദിവസം ഒരു തീരുമാനമെടുത്തു. പിന്നെ ഇവിടെ പിള്ളേര് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇനി 2-3 മാസമേ ഉള്ളല്ലോ ഇനി നാട്ടിലോട്ട് പോകാൻ. അപ്പൊ നാട്ടിൽ ചെന്നിട്ട് ഇനി ഗ്രൂപ്പിൽ കയറാം, ലീഡ് ചെയ്യാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ ഒരു തീരുമാനം എടുത്തായിരുന്നു. അപ്പോഴേ ദൈവത്തിന്റെ ആത്മാവ് പാസ്റ്റർ കൂടി ആലോചന അറിയിച്ചു. തീരുമാനമൊക്കെ മാറ്റണം, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അത് എന്നോടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കേൾക്കാമോ പാസ്റ്റർ? പ്രാർത്ഥിക്കാം. അമ്മാമേ, അതിനൊന്നും ഭാരപ്പെടാനില്ല. ആ സമയത്ത് മ്യൂട്ട് ചെയ്താൽ മതി. മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ആക്കണോ?
അമ്മാമ്മ ലീഡ് ചെയ്യുമ്പോൾ മ്യൂട്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. നല്ലൊരു കൂട്ടായ്മ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് അങ്ങയുടെ സന്ദേശം കേട്ട ഏവരെയും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഈ വചനം കൊണ്ട് സൗഖ്യമാകുവാൻ, ഈ വചനം കൊണ്ട് ആത്മീയ ഉദ്ധാരണം ഉണ്ടാകുവാൻ, ഈ കേട്ട വചനം കൊണ്ട് ആത്മീയമായ ചൈതന്യപ്പെടുവാൻ സഹായിക്കണമേ. ഈ ഗ്രൂപ്പിൽ വന്ന് ഞങ്ങളുടെ വചനം അറിയിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യവ ഞങ്ങളുടെ ആലോചന അറിയിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെല്ലാം ബ്ലസ് ചെയ്യുകയാണ്. അങ്ങക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ച് ഞങ്ങളുടെ പ്രതിഫലം വാങ്ങി മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, വിശേഷാൽ ഈ മീഡിയ ലീഡ് ചെയ്യുന്ന മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരൊക്കെ അനുഗ്രഹിക്കുന്നു കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. നാളത്തെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഒരുക്കപ്പെട്ട ദൈവാസന്മാരെ ബലപ്പെടുത്തുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ലീഡ് ചെയ്യുന്നവരെ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾ വിശ്രമിപ്പാൻ പോകുന്നു. ഞങ്ങൾക്ക് നല്ല ദർശനങ്ങളെ നൽകണമേ. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പുത്രന്റെ വരവിനായിട്ട് ഒരുക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കും പിതാവേ, ആമേൻ. സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധന്റെ ഓരോ ആശ്വാസങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ക്രിസ്തുവിന്റെ പലപോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയനെന്ന പിതാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും വന്ദനം. സ്തോത്രം. എല്ലാവരും ഗോഡ് ബ്ലസ് യു. ആരോ ഏതാണ്ട് പറഞ്ഞു, നീ കാണുന്നവരെയും ദൈവം എല്ലാവരെയും ചിറകടി സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു പാസ്റ്റർ. ഇനി വെള്ളിയാഴ്ച ഇല്ലയോ? വെള്ളിയാഴ്ച ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ